എല്ലാ വിദ്യാർത്ഥികൾക്കും ബേസിക് മാത്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയെന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ആയിരുന്നു, അല്ലെങ്കിൽ വിവിധ തരം സംഖ്യകളായിരുന്നു അല്ലെ. അതിൽ മെയിൻ ആയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്ന ആരായിരുന്നു? എണ്ണൽ സംഖ്യകളായിരുന്നു അല്ലെ. എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ വേറൊരു പേരുണ്ടല്ലോ നിസർഗ സംഖ്യകൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്നത് എങ്ങനെയായിരുന്നു? കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് ആയിരുന്നു. സോ ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ് വരും, സെക്കൻഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ 0 വരുന്ന സമയത്ത് ആ ഫാമിലിനെ നമ്മൾ എന്ത് വിളിക്കുമായിരുന്നു? വോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ അഖണ്ഡ സംഖ്യകൾ എന്ന് വിളിക്കുമായിരുന്നു അല്ലെ. അതേപോലെ ഇതേ ഫാമിലിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആയിട്ട് വരിക, അല്ലെങ്കിൽ ശിഷ്ടം 0 ആയിട്ട് വരുന്ന ഫാമിലി അല്ലെ എന്തായിരുന്നു വിളിച്ചിരുന്നത്? മൂന്നാമത് നമ്മൾ അതിനെ വിളിച്ചെന്ന് പറഞ്ഞാൽ എന്താ? ഇരട്ട സംഖ്യകൾ അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ് എന്നാണ് വിളിച്ചിരുന്നത്. അതേപോലെ ഇതിൽ വരുന്ന ഒരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരുന്നു? ഒറ്റ സംഖ്യകൾ അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ് ആയിരുന്നു അല്ലെ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിട്ട് വരുന്ന സംഖ്യകളാണ് എന്തെന്ന് പറയുന്നത്? ഒറ്റ സംഖ്യകൾ അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും. അതായത് നാച്ചുറൽ നമ്പേഴ്സിന്റെ ഫ്രണ്ടിൽ നമ്മൾ പ്ലസ് സൈനും മൈനസ് സൈനും ഇട്ടിട്ട് വിളിക്കുന്ന സമയത്ത് ആ ഫാമിലി എന്തായിട്ട് മാറും? പോസിറ്റീവ് നമ്പേഴ്സ്. പ്ലസ് ചിഹ്നം ഇട്ട് വിളിക്കുന്ന സംഖ്യകൾ പോസിറ്റീവ് നമ്പേഴ്സും മൈനസ് ചിഹ്നം ഇട്ട് വിളിക്കുന്ന സംഖ്യകൾ എന്താ? നെഗറ്റീവ് നമ്പേഴ്സുമായിട്ട് മാറുമായിരുന്നു. സോ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് പോസിറ്റീവ് നമ്പേഴ്സിന്റെയും നെഗറ്റീവ് നമ്പേഴ്സിന്റെയും ഓപ്പറേഷൻസിനെ കുറിച്ചാണ്. ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ക്രിയകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട്? ഞാൻ ആക്ടിവിറ്റി എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ. കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക. എല്ലാവർക്കും തെറ്റിപ്പോകുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അതിനെക്കുറിച്ചാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യുക? ആ നമ്പേഴ്സിനെ കുറിച്ച് ഒരു ഐഡിയയും കൂടി ഒന്നും കൂടി ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക അല്ലേ. 5-8 നമ്പേഴ്സ് പറഞ്ഞു, പോസിറ്റീവ് നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സ്. അത് കഴിഞ്ഞാൽ പിന്നെ ഏതായിരുന്നു? പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ ഭാജ്യ സംഖ്യകൾ അല്ലേ. പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ. പിന്നെന്താ? കോമ്പോസിറ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതായിരുന്നു? ഭിന്നസംഖ്യകൾ അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് എന്ന് പറയാം, വേറൊരു കാറ്റഗറിയാണത്. അത് കഴിഞ്ഞാൽ പിന്നെ ഏതാ? ഡെസിമൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ദശാംശ സംഖ്യകൾ ഉണ്ടായിരുന്നു. ഇത്രയും പറഞ്ഞ ഫാമിലിനെ നമ്മൾ മൊത്തത്തിലൊരു ഫാമിലി ആയിട്ട് വിളിക്കുമായിരുന്നല്ലോ, ഒരു പേരിട്ട് വിളിക്കുമായിരുന്നല്ലോ. എന്തായിരുന്നു? ഭിന്നകങ്ങൾ അല്ലെങ്കിൽ റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കും. അതേപോലെ വേറൊരു ഫാമിലി ഉണ്ടല്ലോ ഈ ഗ്രൂപ്പിലൊന്നും പെടാത്തൊരു ഫാമിലി ഏതായിരുന്നു? അഭിന്നകങ്ങൾ അല്ലെങ്കിൽ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ഫാമിലി. ഈ മൊത്തം ഈ റാഷണൽ നമ്പേഴ്സിനെയും ഇറാഷണൽ നമ്പേഴ്സിനെയും അല്ലെങ്കിൽ ഭിന്നകങ്ങളെയും അഭിന്നകങ്ങളെയും മൊത്തത്തിൽ നമ്മളൊരു ഫാമിലി നെയിം വിളിക്കുമായിരുന്നു. എന്തായിരുന്നു? ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തി അവിടെയായിരുന്നു എന്താ? റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ രേഖീയ സംഖ്യകളായിരുന്നു അല്ലെ. സോ രേഖീയ സംഖ്യകൾ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ആ പേരിൽ തന്നെ ഉണ്ട്, രേഖയിൽ വരയ്ക്കുന്ന സംഖ്യകൾ. ഒരു രേഖയിൽ അടയാളപ്പെടുത്തുന്ന, ഒരു ലൈനിൽ അടയാളപ്പെടുന്ന നമ്പേഴ്സ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈനിൽ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ നമ്പേഴ്സിനെയും അടയാളപ്പെടുത്താം. ഈ പറഞ്ഞ നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിലും, വോൾ നമ്പേഴ്സ് ആണെങ്കിലും, ഈവൻ നമ്പേഴ്സ് ആണെങ്കിലും, ഓഡ് നമ്പേഴ്സ് ആണെങ്കിലും, ഫ്രാക്ഷൻ ആണെങ്കിലും, ഡെസിമൽ ആണെങ്കിലും, ഏത് അഭാജ്യ സംഖ്യകളാണെങ്കിലും, ഭിന്നസംഖ്യകളാണെങ്കിലും, അഭാജ്യ സംഖ്യകളാണെങ്കിലും ഭാജ്യ സംഖ്യകളാണെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ആ നമ്പർ ലൈനിൽ അടയാളപ്പെടുത്താം. പക്ഷെ നമ്മളിപ്പോൾ ഒരു കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കാറ്റഗറൈസ് ചെയ്താണ് പഠിക്കാൻ പോകുന്നത്. എന്താ വെച്ചാൽ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും മാത്രം മതി. സോ നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും 0 ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിനെ, ഒരു ഫാമിലിനെ നമ്മളൊരു പേര് വിളിച്ചിരുന്നില്ല. എന്തായിരുന്നു? പൂർണ്ണസംഖ്യകൾ അല്ലെങ്കിൽ ഇൻഡിജേഴ്സ് എന്നാണ് വിളിച്ചിരുന്നത് അല്ലേ. സോ ആ ഇൻഡിജേഴ്സിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. മെയിനായിട്ട് ആരൊക്കെയാണ് വരുന്നത്? അതിൽ പോസിറ്റീവ് സംഖ്യകളും നെഗറ്റീവ് സംഖ്യകൾ അല്ലെങ്കിൽ അതിസംഖ്യകളും ന്യൂനസംഖ്യകളും 0 ഉൾപ്പെടുന്ന ആ ഇൻഡിജേഴ്സ് എന്ന് പറയുന്ന ഫാമിലിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്പർ ലൈനിൽ അടയാളപ്പെടുത്തിയിട്ട് അതിനെ വെച്ചിട്ട്, ആ ഒരു നമ്പർ ലൈൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പോസിറ്റീവ് നമ്പേഴ്സിന്റെയും നെഗറ്റീവ് നമ്പേഴ്സിന്റെയും അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അല്ലെങ്കിൽ കൂട്ടല്, കുറയ്ക്കല്, ഗുണിക്കല്, ഹരിക്കല് അല്ലെ. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്? രേഖീയ സംഖ്യകൾ നമ്പർ ലൈൻ വരയ്ക്കാം. സോ നോക്കിയേ, ഒരു നമ്പർ ലൈൻ എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഈ ആരോ മാർക്കിന്റെ ചിഹ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പർ ലൈൻ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ നിന്ന് എൻഡ് ചെയ്യാത്ത നമ്പറിലെ ഇൻഫിനിറ്റിയിലേക്കാണ് ഈ പോകുന്നത്. നമ്മൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നാച്ചുറൽ നമ്പേഴ്സ് ഏത് നമ്പർ ആണെങ്കിലും അത് എങ്ങോട്ടാണ് പോകുന്നത്? ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത് അല്ലേ. സോ ഞാൻ എന്ത് ചെയ്തു? ഈ 2 നമ്പറും അങ്ങനെ ഡിനോട്ട്, 2 ലൈനും 2 എൻഡും ഞാൻ എന്ത് ചെയ്തു? അങ്ങനെ ഡിനോട്ട് ചെയ്തു ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന രീതിക്ക്. എന്നിട്ട് എന്ത് ചെയ്തു? ഇതിന്റെ കറക്റ്റ് സെന്ററിൽ ഞാൻ ഒരാളെ അടയാളപ്പെടുത്തി. ഈ കറക്റ്റ് സെന്ററിൽ 0 എന്ന് പറയുന്ന വ്യക്തി ആരാണ്? 0. ഓക്കെ, 0യുടെ റൈറ്റ് സൈഡിലായിട്ട് ഈക്വൽ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. ഈ ലൈനിന് ഈക്വൽ ആയിട്ട് ഇപ്പോൾ 1 സെന്റിമീറ്ററോ
ഒരു മീറ്ററോ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണോ കൺവീനിയന്റ് ആവുന്നത് ആ രീതിക്ക് എന്ത് ചെയ്യുക, ഈക്വൽ ആയിട്ട് ഈ നമ്പർ ലൈനെ ഡിവൈഡ് ചെയ്യുക. അതേപോലെ ലെഫ്റ്റ് സൈഡിലേക്കും എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. സോ എല്ലാ സൈഡിലേക്കും ഞാൻ ഡിവൈഡ് ചെയ്തു. സീറോയുടെ റൈറ്റ് സൈഡിൽ വരുന്ന നമ്പേഴ്സിനെ നമ്മൾ എന്തായിട്ട് വിളിച്ചു, പോസിറ്റീവ് നമ്പേഴ്സ് അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പേഴ്സ് അല്ലെങ്കിൽ അതിസംഖ്യകൾ എന്ന് വിളിച്ചു അല്ലേ. അതിസംഖ്യകൾ ചിഹ്നം എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഞാൻ എന്ത് എഴുതുക, +1, അടുത്തതോ +2, അടുത്തത് +3, അടുത്തത് +4, അടുത്തത് +5 എക്സെട്ര എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി വരെ അല്ലെങ്കിൽ അനന്തത വരെ. അതേപോലെ നോക്കിയേ, സീറോയ്ക്ക് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഏത് നമ്പേഴ്സ് അടയാളപ്പെടുത്തുക, നെഗറ്റീവ് നമ്പേഴ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് അല്ലെങ്കിൽ എന്താണ് നെഗറ്റീവ് സംഖ്യകളെ മലയാളത്തിൽ പറയുന്നത്, ന്യൂനസംഖ്യകൾ അടയാളപ്പെടുത്തി. ഓക്കെ. സോ ന്യൂനസംഖ്യകൾ വരുന്ന സമയത്ത് 0 കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാൽ ഞാൻ 1 2 3 എന്ന് എഴുതി കഴിഞ്ഞു. 1 2 3 4 എന്ന് എഴുതിയാൽ മതിയോ? ഇല്ല. ന്യൂനസംഖ്യകളുടെ സൈൻ എപ്പോഴും എന്തായിരിക്കും, നാച്ചുറൽ നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളുടെ മുൻപിൽ എന്തിട്ട് കൊടുക്കാനാണ്, ഏത് സൈൻ ഇട്ട് കൊടുക്കാനാണ്, നെഗറ്റീവ് സൈൻ അല്ലെങ്കിൽ മൈനസ് ചിഹ്നം ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ന്യൂന ചിഹ്നം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, നെഗറ്റീവ് നമ്പറായി. സോ നോക്കിയേ, ഇതാണ് ഒരു നമ്പർ ലൈൻ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്, നമ്പർ ലൈൻ അല്ലെങ്കിൽ സംഖ്യാരേഖ എന്ന് പറയും. നമ്പർ ലൈൻ അല്ലെങ്കിൽ സംഖ്യാരേഖ. എഴുത്ത് കുറച്ച് പ്രശ്നമാണ്, കൈ ഇവിടെ ചെറുതായിട്ടൊന്ന് ഉളുക്കിയിട്ടുള്ളതുകൊണ്ട് എഴുത് കുറച്ച് പ്രയാസം കേട്ടോ. സോ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. സോ നമ്പർ ലൈൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്, സംഖ്യാരേഖ എന്നാണ് പറയുക. സംഖ്യാരേഖ. ഈ സംഖ്യാരേഖ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോസിറ്റീവ് നമ്പേഴ്സിന്റെയും നെഗറ്റീവ് നമ്പേഴ്സിന്റെയും കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും അല്ലെങ്കിൽ എന്താ പറയുന്നത്, അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് തമ്മിൽ കൂട്ടാനുള്ളത് നോക്കാം. രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഏതാ അല്ലേ, സംഖ്യകളുടെ ചിഹ്നം എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും അല്ലേ. സോ ഞാൻ എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ മെറ്റീരിയൽ നോക്കാം. മെറ്റീരിയൽ നോക്കുന്ന സമയത്ത് അഡീഷൻ ഓഫ് 2 പോസിറ്റീവ് നമ്പേഴ്സ് അല്ലെങ്കിൽ രണ്ട് അതിസംഖ്യകളുടെ സങ്കലനം അല്ലെങ്കിൽ കൂട്ടൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സങ്കലനം എന്ന് പറയുന്നത് എന്താണ് അല്ലെ, മലയാളത്തിൽ സാഹിത്യപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല കൂട്ടലിനെ നമ്മൾ സാഹിത്യപരമായിട്ട് പറയുന്നത് എന്താണ്, സങ്കലനം എന്നാണ്. സോ അത് കണ്ട് പേടിക്കുന്നു വേണ്ട. സിംപ്ലി എന്താണ്, രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുക. ഏതൊക്കെ സംഖ്യകൾ, പോസിറ്റീവ് നമ്പേഴ്സ് അല്ലെങ്കിൽ അതിസംഖ്യകൾ. സോ നോക്കിയ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് 2 + 3 എന്ന് എഴുതി അല്ലേ. 2 + 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5 ആണ്. അപ്പോൾ ഇവിടെ ഒരു സംശയം ഉണ്ടാവും, സാർ ഇതാ പോസിറ്റീവ് നമ്പർ ആയിട്ട് സാർ എന്താ ചിഹ്നം എഴുതാത്തതെന്നല്ലേ. സാധാരണ പോസിറ്റീവ് നമ്പേഴ്സിന് എന്ത് എഴുതാറില്ല, ചിഹ്നം എഴുതാറില്ല. മെറ്റീരിയൽ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. മെറ്റീരിയൽ വായിച്ച് നോക്കുന്ന സമയത്ത് ഞാൻ അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, പോസിറ്റീവ് നമ്പേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം, പ്ലസ് ചിഹ്നം ഇട്ടും പറയാം, പ്ലസ് ചിഹ്നം ഇല്ലാതെയും പറയാം. സിംപ്ലി ഒരു നമ്പർ ഇപ്പോൾ ഞാനിത് അവിടെ എഴുതി 2 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് ഏത് നമ്പറാണ്, പോസിറ്റീവ് നമ്പറാണ്. പോസിറ്റീവ് നമ്പറിന് ഒരിക്കലും നല്ല സാധാരണയായിട്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല, ചിഹ്നം ഉപയോഗിക്കാറില്ല അല്ലേ. ഇപ്പം നമ്മളൊരു കടയിൽ പോയിട്ട് സാധനം മേടിച്ച് കുറച്ച് പഞ്ചസാരയും കുറച്ച് ചായപ്പൊടിയൊക്കെ മേടിച്ച സമയത്ത് കടക്കാരൻ പറഞ്ഞു 30 രൂപയെ മോനെ. കടക്കാരൻ കൂട്ടുക അങ്ങനെ 20 + 10 30 രൂപ. ഓക്കെ അല്ലേ. കടക്കാരൻ ഇവിടെ +20 ഇവിടെ +10 എന്നിട്ട് മോനെ +30 രൂപയായി എന്ന് പറയോ, ഇല്ല. കാരണം ഈ പോസിറ്റീവ് നമ്പേഴ്സ് അല്ലെങ്കിൽ അതിസംഖ്യകൾ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സംഖ്യകളായതുകൊണ്ട് തന്നെ ഈ പോസിറ്റീവ് നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യാറില്ല, അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല. ഇനി ഇട്ടു എന്ന് വിചാരിച്ചിട്ട് യാതൊരു കുഴപ്പമില്ല. സോ നമ്മൾ എഴുതുന്ന സമയത്ത് സാധാരണ പോസിറ്റീവ് നമ്പേഴ്സിന് എന്ത് കൊടുക്കില്ല, സൈൻ കൊടുക്കില്ല. അതാണ് എന്ത് കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ളത്. സോ ഞാൻ എഴുതി, ഇത് അവിടെ എഴുതിയ സമയത്ത് നോക്കിയാൽ 2 + 3, 2ന് സൈൻ ഉണ്ടോ, ഇല്ല. 3ന് സൈൻ ഉണ്ടോ, ഇല്ല. പക്ഷെ ആക്ച്വലി അതിന്റെ സൈൻ എന്താണ്, പോസിറ്റീവ് ആണ്. നോക്കി ആൻസർ എന്ന് പറയുന്നത് 5 ആണ്. 5ന്റെ സൈൻ എന്തെന്നെയാ, പോസിറ്റീവ് ആണ്. സാധാരണയായിട്ട് നമുക്ക് ഇടേണ്ട കാര്യമില്ല. ഇനി ഇട്ടു എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യില്ല, അത് തെറ്റൊന്നുമല്ല. സോ +2 + +3 = എന്തായി, +5. എങ്ങനെയാണ് ഈ സംഖ്യാരേഖ വെച്ചിട്ട് നമ്മൾ പറയുക? അതായത് നോക്കിയേ, 2 ഇതിന്റെ അർത്ഥം എന്താ, 2 എന്ന് പറയുന്ന ഒരു സംഖ്യയുടെ കൂടെ എത്ര കൂട്ടാനാ പറഞ്ഞത്, 3 കൂട്ടാനാ പറഞ്ഞത്. 3 കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, എങ്ങോട്ട് കൂട്ടാനാ, പോസിറ്റീവ് സൈഡിലേക്കാണ്. പ്ലസ് ആണ്, പ്ലസ് സൈൻ ആണ്. പോസിറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ എങ്ങോട്ടാ, 0ന് വലതുവശത്തേക്കാണ്. സോ ഇവിടെ നോക്കുക, മാർക്ക് ചെയ്യുക. 2 എന്ന് പറയുന്നത് സംഖ്യ എവിടെ നോക്കുക, ആ 2നെ മാർക്ക് ചെയ്തു.
ഇതിനോട് കൂടി എത്രയാ കൂട്ടാൻ പറഞ്ഞത്? 3 കൂട്ടാനാ പറഞ്ഞത്. 3 എങ്ങോട്ടാ കൂട്ടാൻ പറഞ്ഞിട്ടുള്ളത്? പോസിറ്റീവ് സൈഡിലേക്കാണ്. പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണോ? അല്ല. എങ്ങോട്ടാ? ആ സൈഡിലേക്കാണ്. സോ ഞാൻ എന്ത് ചെയ്തു? ഒരു തവണ കൂട്ടി. ഒരു തവണ കൂട്ടിയാൽ മതിയോ? ഇല്ല. എത്ര തവണയാ പറഞ്ഞിരിക്കുന്നത്? 3 തവണ കൂട്ടാനാ പറഞ്ഞിരിക്കുന്നത്. സോ 3 തവണ കൂട്ടുക. ഒരു തവണ കൂട്ടി, 2 തവണ കൂട്ടി, 3 തവണ കൂട്ടി. ആൻസർ എത്ര കിട്ടിയത്? +5. +5 എഴുതാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? സിംപ്ലി എന്ത് ചെയ്യാം? 5 എന്ന് എഴുതാം. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിക്കോ. വേറൊരു എക്സാമ്പിൾ 1 + 4. 1 + 4 എന്ന് പറയുമ്പോൾ ഈ 1 എന്ന് പറയുന്നത് എന്ത് സംഖ്യ തന്നെയാണ്? അതിസംഖ്യ തന്നെയാണ്. ഞാൻ എന്തിട്ടിട്ടില്ല? ചിഹ്നം ഇട്ടിട്ടില്ല. 4 എന്ന് പറയുന്നത് എന്ത് സംഖ്യ തന്നെയാണ്? അതിസംഖ്യ തന്നെയാണ്. 1നോട് കൂടി എത്ര കൂട്ടാനാ പറഞ്ഞിരിക്കുന്നത്? 4 കൂട്ടാൻ അല്ലേ? ഇതിന്റെ അർത്ഥം എന്താ? കൂട്ടുക എന്നല്ലേ? 1 കൂട്ടണം 4. 1 + 4 ആണ്. 1നോട് കൂടി 4 കൂട്ടുക എന്ന് പറഞ്ഞു. 4 എന്ന് പറഞ്ഞാൽ എന്ത് സംഖ്യയാണ്? അല്ലേ? 4 എന്ന് പറഞ്ഞാൽ എന്ത് സംഖ്യയാണ്? അതിസംഖ്യ അല്ലേ? അല്ലേ? പോസിറ്റീവ് ആണ്. സോ അതിസംഖ്യ ആയതുകൊണ്ട് നമ്മൾ ഏത് സൈഡിലേക്കാ കൂട്ടുക? ഇടത്തേക്കാണോ വലത്തേക്കാണോ? അല്ലേ? വലത്തേ സൈഡിലേക്ക് എത്ര തവണ കൂട്ടുക? 4 തവണ കൂട്ടുക. സോ 1 എന്ന് പറയുന്ന സംഖ്യ നമ്പർ ലൈനിൽ അടയാളപ്പെടുത്തുക. 1 അടയാളപ്പെടുത്തി. ഞാൻ എത്ര തവണ കൂട്ടണം? ഒരു തവണ കൂട്ടി. ഒരു തവണ കൂട്ടിയാൽ മതിയോ? പോരാ. എത്ര തവണ കൂട്ടണം? 4 തവണ കൂട്ടണം. 2 തവണ കൂട്ടി, 3 തവണ കൂട്ടി, 4 തവണ കൂട്ടി. ആൻസർ എത്രയാവുന്നത്? +5 അല്ലേ? സോ ആൻസർ എന്ന് പറയുന്നത് +5 വന്നു. ഓക്കെ ആണോ? അതിസംഖ്യകൾ, 2 അതിസംഖ്യകൾ അല്ലെങ്കിൽ 2 പോസിറ്റീവ് നമ്പേഴ്സ് കൂട്ടാൻ വരികയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? നോക്ക്, നമ്പർ ലൈനിൽ എങ്ങനെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് മനസ്സിലായോ? എങ്ങനെയാണ് നമ്പർ ലൈൻ ഉപയോഗിച്ചിട്ട് സംഖ്യകൾ കൂട്ടാന്ന് മനസ്സിലായോ? ഇനി നമുക്ക് എപ്പോഴും ഈ സമയത്ത് എപ്പോഴും കൂട്ടുന്ന സമയത്ത് നമ്പർ ലൈനൊക്കെ വരച്ച് കൂട്ടാൻ പറ്റുമോ? ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യുക? അതിനൊരു ഷോർട്ട് കട്ടായിട്ട് അല്ലെങ്കിൽ എളുപ്പ വഴിയായിട്ടൊരു കാര്യം പറയും. 2 അതിസംഖ്യകൾ അല്ലെങ്കിൽ 2 പോസിറ്റീവ് നമ്പേഴ്സ് കൂട്ടാൻ വന്നാൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആ നമ്പേഴ്സ് കൂട്ടിയാൽ മതി. എന്നിട്ട് ആൻസറിന് വേണമെങ്കിൽ എന്ത് ചെയ്താൽ പ്ലസ് ചിഹ്നം ഇടാം, അല്ലെങ്കിൽ പ്ലസ് ചിഹ്നം ഇടാതിരിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കോ. 4 + 3 എത്രയാ? 4 എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പറാണ്. 3 എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് നമ്പറാണ് അല്ലേ? 4നോട് കൂടി 3 എന്ത് ചെയ്യാനാണ്? ഇതാ ഈ നടുക്കുള്ള ചിഹ്നമാണ് നമ്മൾ തീരുമാനിക്കുന്ന ക്രിയ അല്ലെങ്കിൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്ത് ചെയ്യാനാ? പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കൂട്ടുക അല്ലെങ്കിൽ ആഡ് ചെയ്യുക എന്നല്ലേ അർത്ഥം. സോ 4നോട് കൂടി 3 കൂട്ടുക എന്നാണ്. 4നോട് കൂടി 3 കൂട്ടുമ്പോൾ എത്രയാ ആൻസർ? 4 + 3 7 ആൻസർ വരുന്നത്. നോക്കി, 7 എന്ന് പറഞ്ഞാലും എന്ത് സംഖ്യ തന്നെയാണ്? 7ന്റെ മുമ്പിൽ ചിഹ്നം ഉണ്ടോ? ഇല്ല. ചിഹ്നമില്ലാത്ത സംഖ്യ ഏത് സംഖ്യ ആയിരിക്കും? അതിസംഖ്യ അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പർ ആയിരിക്കും. സോ നമുക്ക് ജനറൽ ആയിട്ടൊരു കാര്യം പറഞ്ഞൂടെ? ഒരു പോസിറ്റീവ് നമ്പറിന്റെ കൂടെ വേറൊരു പോസിറ്റീവ് നമ്പർ എന്ത് ചെയ്താൽ കൂട്ടിയാൽ കിട്ടുന്നത് എന്തായിരിക്കും? ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഓക്കെ, വേറൊരു എക്സാമ്പിൾ നോക്കിക്കോ. അടുത്തത് 5 + 15 ആൻസർ എത്രയാ? അല്ലേ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് 20 അല്ലേ? 5 എന്ന് പറയുന്നത് ഏത് നമ്പറാ? പോസിറ്റീവ് നമ്പറാണ്. ചിഹ്നം എന്തെങ്കിലും ഉണ്ടോ? 5ന് എവിടെയെങ്കിലും ചിഹ്നം ഉണ്ടോ? ഇല്ല. 5ന് ചിഹ്നം ഇല്ലാത്തതുകൊണ്ട് അത് എന്ത് സംഖ്യ ആയിരിക്കും? അതിസംഖ്യ അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പർ ആയിരിക്കും. നോക്ക്, 15 എന്ന് പറയുന്നത് എന്ത് നമ്പറാ? അതിസംഖ്യ അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പറാണ്. കാരണം ഇതിനും എന്തില്ല? ചിഹ്നമില്ല. ഈ ചിഹ്നം എന്ന് പറയുന്നത് എന്താണ്? ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ കൂട്ടാനുള്ള സൈനാണ്. 5 കൂട്ടണം 15 ആണ്. സോ 5നോട് കൂടി 15 കൂട്ടി എത്ര കിട്ടിയത്? 20 കിട്ടി. ഈ കിട്ടിയ 20 എന്ത് സംഖ്യ തന്നെയാണ്? പോസിറ്റീവ് നമ്പറാണ്. സോ നമുക്ക് ജനറൽ ആയിട്ടൊരു കാര്യം പറയാം. ഞാൻ ബുക്കിൽ അല്ലെങ്കിൽ മെറ്റീരിയൽ പറഞ്ഞിട്ടുണ്ട്. ഇതാ വലുതാക്കി ഞാനൊരു ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. പ്ലസ് 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 ഈക്വൽ ടു എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. ഇതിന്റെ അർത്ഥം എന്താ? ഒരു പോസിറ്റീവ് നമ്പറിന്റെ കൂടെ വേറൊരു പോസിറ്റീവ് നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ ഇതാണ് ഓപ്പറേഷൻ. കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് നോക്കിയേ, വലത്തേ സൈഡിലൊരു സംഖ്യേനെ വലത്തേ സൈഡിലേക്ക് കൂട്ടിക്കഴിഞ്ഞാൽ എങ്ങോട്ടേ പോവുള്ളൂ? വലത്തേക്കല്ലേ പോവുള്ളൂ? ഇടത്തേക്ക് വരുമോ? അല്ലേ? ഇപ്പൊ 1 എന്ന് പറയുന്ന ഒരു സംഖ്യ വലത്തേ സൈഡിലാണ്. ഏതിന് വലത്തേ സൈഡിലാ? 0ന് വലത്തേ സൈഡിലാ. സോ 0ന് വലത്തേ സൈഡിലുള്ള ഒരു സംഖ്യേനെ ഞാൻ എന്ത് ചെയ്തു? 0ന് വലത്തേ സൈഡിലുള്ള വേറൊരു സംഖ്യ കൊണ്ട് കൂട്ടി. ഏതുകൊണ്ടാ? 4 കൊണ്ട് കൂട്ടി. 0ന് അടുത്തേക്ക് വരുമോ? ഇല്ല. 1നോട് കൂടി 4 കൂട്ടി. 4 കൂട്ടുമ്പോൾ എങ്ങോട്ടേ പോവുള്ളൂ? അങ്ങോട്ടേ പോവുള്ളൂ അല്ലേ? വലത്തേ സൈഡിലേക്കേ പോവുള്ളൂ. വലത്തേ സൈഡിലേക്ക് പോവാന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സ് ഏതെങ്കിലും വരുമോ? ഇല്ല. ഇങ്ങോട്ട് പോകുമ്പോൾ എപ്പോഴും കിട്ടുന്ന സംഖ്യ ഏതായിരിക്കും? പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. സോ നമുക്ക് ജനറൽ ആയിട്ടൊരു കാര്യം പറഞ്ഞൂടെ? പോസിറ്റീവ് നമ്പറിന്റെ കൂടെ പോസിറ്റീവ് നമ്പർ കൂട്ടിയാൽ അല്ലെങ്കിൽ അതിസംഖ്യയുടെ കൂടെ അതിസംഖ്യ കൂട്ടിയാൽ എപ്പോഴും എന്തേ കിട്ടുള്ളൂ? അതിസംഖ്യ അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പേഴ്സേ കിട്ടുള്ളൂ. ഓക്കെ,
ഫസ്റ്റത്തെ പോയിന്റ് ആണ്. എല്ലാവരും മെറ്റീരിയൽ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഇതുപോലെ വരച്ച് ഓരോ എക്സാമ്പിളും എഴുതി ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ, ഞാൻ ബോക്സിലാക്കുന്ന കാര്യങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ബോക്സിലാക്കി ഷെയ്ഡ് ചെയ്ത് വൃത്തിയായിട്ട് സൂക്ഷിക്കുക നോട്ട്. ആ നോട്ട് കാണുമ്പോൾ തന്നെ പഠിക്കാൻ തോന്നണം. നല്ല വൃത്തിയായിട്ട്, സമയം ഇഷ്ടം പോലെ ഇല്ലേ, നല്ല വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ ചെയ്ത് നല്ല വൃത്തിക്ക് പഠിക്കുക. സോ ഫസ്റ്റത്തെ കേസ് നമ്മൾ പഠിച്ചത് എന്താ, പോസിറ്റീവ് നമ്പേഴ്സിനെ പരസ്പരം കൂട്ടുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ രണ്ട് അതിസംഖ്യകൾ പരസ്പരം കൂട്ടിയാൽ എന്താണ് ആൻസർ എന്നുള്ളതായിരുന്നു. മെറ്റീരിയൽ ഫസ്റ്റ് ഹെഡിങ് ആണത്. ഇനി രണ്ടാമത്തെ ഹെഡിങ് എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് നമ്പേഴ്സിന്റെ അഡീഷൻ അല്ലേ. സോ നെഗറ്റീവ് നമ്പേഴ്സിന്റെ അഡീഷൻ എന്താണെന്നുള്ളത് നോക്കാം. രണ്ടാമത്തെ സെക്ഷൻ ആ മെറ്റീരിയൽ ഒന്ന് വായിച്ചു നോക്ക്. നെഗറ്റീവ് നമ്പേഴ്സിന്റെ അഡീഷൻ എന്ന് പറയുന്നത് അല്ലേ, രണ്ട് ന്യൂനസംഖ്യകളുടെ കൂട്ടൽ എന്നാ പറയുന്നത്, അല്ലെങ്കിൽ അഡീഷൻ ഓഫ് ടു നെഗറ്റീവ് നമ്പേഴ്സ് ആണ് പറയുന്നത്. സോ നെഗറ്റീവ് നമ്പേഴ്സ് വരുന്ന സമയത്ത് നോക്ക്, നമുക്ക് എന്താ, ഒരു നെഗറ്റീവ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു നാച്ചുറൽ നമ്പറിന്റെ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യയുടെ ഇടത്തെ സൈഡിൽ അല്ലെങ്കിൽ അതിന്റെ മുൻവശത്ത് നമ്മൾ എന്തിടുന്നുണ്ട്, ചിഹ്നം ഇടുന്നുണ്ട്. ഏത് ചിഹ്നം, മൈനസ് ചിഹ്നം അല്ലെങ്കിൽ ന്യൂന ചിഹ്നം ഇട്ട് കഴിഞ്ഞാൽ അതെന്ത് സംഖ്യയായി, ന്യൂനസംഖ്യയായിട്ട് മാറും, അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പറായിട്ട് മാറും. നോക്കിയേ, 1 എന്ന് പറയുന്ന ഒരു സംഖ്യ, ഇപ്പൊ ഇത് ഏത് സംഖ്യയാണ്, പോസിറ്റീവ് ആണ്, കാരണം ഇവിടെ ചിഹ്നമൊന്നുമില്ല അല്ലെ. ഇനി ഇതിന്റെ ഇടത്തെ സൈഡിൽ ഞാൻ എന്തിട്ടു, മൈനസ് ചിഹ്നം ഇട്ട് കഴിഞ്ഞാൽ ഇത് എന്ത് സംഖ്യയായി മാറി, ന്യൂനസംഖ്യയായിട്ട് മാറി. ന്യൂനസംഖ്യകൾ എപ്പോഴും അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് എപ്പോഴും ഏതിന് സൈഡിലായിരിക്കും, സീറോയ്ക്ക് ഇടത്തെ സൈഡിലായിരിക്കും. സോ ഇതിന്റെ അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ നോക്കാം. സോ -1 കൂടി ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. -1 കൂട്ടണം -4, ഓക്കെ. അല്ലെങ്കിൽ വേണ്ട -3, ഞാൻ ഇവിടെ സംഖ്യാരേഖയിൽ -4 വരെ വരച്ചിട്ടുള്ളൂ. സോ -1 കൂട്ടണം -4, ഓക്കെ. -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സംഖ്യയാണ്, ന്യൂനസംഖ്യയാണ്. -3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സംഖ്യയാണ്, ന്യൂനസംഖ്യ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പറാണ്. സോ നെഗറ്റീവ് നമ്പറിന്റെ കൂടെ -1ന്റെ കൂടെ എത്ര കൂട്ടണം, -3 കൂട്ടണം. എങ്ങോട്ട് അല്ല, -3 എന്ത് ചെയ്യണം, കൂട്ടാനാ വരുന്നത് അല്ലെ. ഈ ചിഹ്നം എന്താണ്, പ്ലസ് ആണ്. -1 കൂട്ടണം -3 അല്ലെങ്കിൽ -1 പ്ലസ് -3 ആണ്. ഇതിന്റെ അർത്ഥം എന്താ, സോ -1 എന്ന് പറയുന്നത് എവിടെയാ നോക്കുക, നമ്മൾ നേരത്തെ പ്ലസ് ചെയ്ത പോലെ നോക്കുക. -1ന്റെ സ്ഥാനം എവിടെയാ നോക്കുക, സംഖ്യാരേഖയിൽ അല്ലെങ്കിൽ നമ്പർ ലൈനിൽ. സോ -1 എന്ന് പറയുന്നത് സീറോയ്ക്ക് ഇടത്തെ സൈഡിൽ ഇവിടെ ഉണ്ട്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, 3 തവണ ആഡ് ചെയ്യണം. എങ്ങോട്ടാണ് ആഡ് ചെയ്യേണ്ടത്, സൈൻ നോക്ക്, എന്ത് സൈനാണ്, നെഗറ്റീവ് ആണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടാവുക, സീറോയ്ക്ക് ഇടത്ത് സൈഡിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ് ഉണ്ടാവുക. സോ നമ്മൾ എങ്ങോട്ട് കൂട്ടും, വലത്തേക്കാണ് കൂട്ടേണ്ടത് അല്ല. വലത്തേക്ക് കൂട്ടുമ്പോൾ ചിഹ്നം എപ്പോഴും എന്തായിരിക്കും, പ്ലസ് ആയിരിക്കും. പ്ലസ് ആണെങ്കിലേ നമ്മൾ വലത്തേക്ക് കൂട്ടാൻ പാടുള്ളൂ. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന സംഖ്യ എന്താ, നെഗറ്റീവ് നമ്പർ ആണ്. സോ നെഗറ്റീവ് നമ്പർ അല്ലെങ്കിൽ ന്യൂനസംഖ്യ ആകുമ്പോൾ നമ്മൾ എങ്ങോട്ട് കൂട്ടും, ഇടത്തെ സൈഡിലേക്ക് കൂട്ടുകയാണ്. സോ ഇടത്തെ സൈഡിലേക്ക് എത്ര തവണയാണ് കൂട്ടേണ്ടത്, 3 തവണ കൂട്ടും. 3 തവണ കൂട്ടുമ്പോൾ നോക്ക്, ഒരു തവണ ഞാൻ ആഡ് ചെയ്തു, ഒരു തവണ മതിയോ, ഇല്ല, ഒരു തവണയും കൂടി ആഡ് ചെയ്തു, ഒരു തവണയും കൂടി ആഡ് ചെയ്തു. ആൻസർ എത്രയാണ് വന്നത്, -4 അല്ലേ. ഒരു എക്സാമ്പിൾ കൂടി നോക്കിക്കോ, -2 പ്ലസ് -2. ഇതിന്റെ അർത്ഥം എന്താ, -2 എന്ന് പറയുന്ന സംഖ്യയുടെ കൂടെ എത്ര കൂട്ടണം, -2 കൂട്ടണം അല്ലെ. -2 കൂട്ടണം -2, അതായത് -2 എന്ന് പറയുന്ന സംഖ്യാരേഖയിൽ എവിടെയാ നോക്കുക, -2 ഇത് അവിടെ ഉണ്ട്. ഇനി നോക്കിയാൽ എത്രയാ കൂട്ടേണ്ടത്, 2 തവണ കൂട്ടണം. ഏത് സൈഡിലേക്കാ, ഏത് ഡയറക്ഷനിലേക്കാ പോകേണ്ടത്, അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ, ഇടത്തെ സൈഡിലേക്ക്. കാരണം എന്തുകൊണ്ടാണ്, നെഗറ്റീവ് ആയതുകൊണ്ട് എപ്പോഴും ഏത് സൈഡിലേക്കാ, നെഗറ്റീവ് സൈഡിലേക്കാ പോകുന്നത്. സോ -2ന്റെ കൂടെ ഞാൻ എന്ത് ചെയ്തു, ഒരു തവണ ആഡ് ചെയ്തു. ഒരു തവണ മതിയോ, പോരാ, ഒരു തവണയും കൂടി ആഡ് ചെയ്തു. ആൻസർ എത്രയാ, -4. സോ നമുക്ക് ജനറലായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം പറഞ്ഞൂടെ അല്ലേ. നോക്കിയേ, രണ്ടും ആഡ് ചെയ്യുന്ന ഏത് നമ്പറാ, നെഗറ്റീവ് നമ്പർ അല്ലേ. നെഗറ്റീവ് സൈഡിൽ നെഗറ്റീവ് നമ്പറിന്റെ കൂടെ നെഗറ്റീവ് ആഡ് ചെയ്താൽ എപ്പോഴും എങ്ങോട്ടേ പോവുള്ളൂ, വലത്തെ സൈഡിലേക്കല്ലേ അല്ലെ, ഇടത്തെ സൈഡിലേക്കല്ലേ പോവുള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞു 1ന്റെ കൂടെ 4 കൂട്ടി, 1ന്റെ കൂടെ 4 കൂട്ടിയാൽ എപ്പോഴും എങ്ങോട്ടാ പോകുന്നത്, 5 അല്ലെ, വലത്തെ സൈഡിലേക്കല്ലേ പോകുന്നത്. കാരണം എന്താ, രണ്ടും പോസിറ്റീവ് നമ്പേഴ്സ് ആയതുകൊണ്ടാ. ഇവിടെ നോക്കിയാൽ രണ്ടും നെഗറ്റീവ് നമ്പേഴ്സ് അല്ലെങ്കിൽ ന്യൂനസംഖ്യകളാണ്. സോ ഏത് സൈഡിലേക്ക് പോവാ, ഇടത്തെ സൈഡിലേക്ക് പോവാ. ഇടത്തെ സൈഡിലേക്ക് പോകുമ്പോൾ ആൻസർ നോക്കി കിട്ടുന്നത് എന്ത് നമ്പറാ, നെഗറ്റീവ് നമ്പറാണ്. ഇനി ഇവിടെ നോക്കി, ഇവിടെ കിട്ടുന്ന നമ്പർ എന്ത് തന്നെയാണ്, നെഗറ്റീവ് നമ്പർ അല്ലെങ്കിൽ ന്യൂനസംഖ്യയാണ്. അപ്പൊ ജനറൽ ആയിട്ടൊരു കാര്യം പറഞ്ഞൂടെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നെഗറ്റീവ് നമ്പറിന്റെ കൂടെ, നെഗറ്റീവ് നമ്പറിനെ ഞാൻ എങ്ങനെ ആഡ് ചെയ്യുന്നത്,
എന്ത് ചെയ്തു? ഒരു നെഗറ്റീവ് നമ്പറും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് ആൻസർ എന്ത് കിട്ടും? നെഗറ്റീവ് നമ്പർ തന്നെയല്ലേ കിട്ടുക. ഓക്കെ, സോ നേരത്തെ നോക്കിയ പ്ലസിന്റെ കാര്യം പറഞ്ഞ മാതിരി എന്ത് ചെയ്യാം? മൈനസിന്റെ കാര്യം. രണ്ട് ന്യൂനസംഖ്യകൾ കൂട്ടിയാൽ എപ്പോഴും എന്താണ്? ഒരു ന്യൂനസംഖ്യ ആയിരിക്കും. എപ്പോഴും ഏത് സൈഡിലേക്കാ പോവുക? ഇടത്തെ സൈഡിലേക്കാ പോവുക. ഓക്കെ ആണോ? അല്ലേ? മനസ്സിലായോ? സോ ഈ രണ്ട് നോട്ട്, ഈ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലസിനോട് കൂടി പ്ലസ് കൂട്ടി ആൻസർ എന്തായി? ഒരു അതിസംഖ്യ, അല്ലെങ്കിൽ ഒരു അതിസംഖ്യയുടെ കൂടെ വേറൊരു അതിസംഖ്യ കൂട്ടുമ്പോൾ ആൻസർ എപ്പോഴും എത്രയാണ് കിട്ടുക? വേറൊരു അതിസംഖ്യയാണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഒരു ന്യൂനസംഖ്യയുടെ കൂടെ വേറൊരു ന്യൂനസംഖ്യ കൂട്ടുന്ന സമയത്ത് ആൻസർ എപ്പോഴും എങ്ങോട്ടാ പോവുക? ഇടത്തെ സൈഡിലേക്കേ പോവുള്ളൂ. സോ ആൻസർ എപ്പോഴും എന്തായിരിക്കും? വേറൊരു ന്യൂനസംഖ്യ ആയിരിക്കും. ഓക്കെ ആണോ? സോ ഇത് പറയപ്പെടുന്ന രണ്ട് കാര്യങ്ങളും എന്ത് ചെയ്യുക? മെറ്റീരിയൽ ഉള്ള പോലെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളതായ ഐഡിയയിൽ എന്ത് ചെയ്യുക? നോട്ടിൽ എഴുതിയിട്ട് എല്ലാം ഓരോന്നും ഹെഡിങ് കൊടുത്തിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ എഴുതുക, ഇത് വരച്ച് ബോക്സിലാക്കുക. അതേപോലെ ഇതിൻ്റെ ഹെഡിങ് എഴുതി വരച്ച് ബോക്സിലാക്കി ഷെയ്ഡ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക ബോക്സിലാക്കിയിട്ട്. ഓക്കെ, സോ ഇതിൻ്റെ എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കിക്കൂടെ? ജനറലായിട്ടൊരു എക്സാമ്പിൾ നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് 1+2 സിമ്പിളായിട്ട് പറയാം. ആൻസർ എത്രയാ? 3 ആണ്. കാരണം 1ൻ്റെ കൂടെ എത്ര കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്? 2 കൂട്ടാനാണ്. ആൻസർ എത്രയാ? 3. ഇവിടെ നോക്ക്, 1ൻ്റെ ചിഹ്നം ഉണ്ടോ? ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ബ്ലാങ്ക് ആണ്. ബ്ലാങ്ക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് ഏത് നമ്പർ ആയിരിക്കും? അതിസംഖ്യ അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പർ ആയിരിക്കും. സോ 1ൻ്റെ കൂടെ ആഡ് ചെയ്തു അല്ലെങ്കിൽ കൂട്ടി ആരെ? വേറൊരു പോസിറ്റീവ് നമ്പറിനെ അല്ലെങ്കിൽ വേറൊരു അതിസംഖ്യനെ. സോ കിട്ടിയ ആൻസറും എന്തുതന്നെയാണ്? ഒരു പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ പ്ലസിനെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ, പ്ലസിനെ വേറൊരു സംഖ്യ കൊണ്ട് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു അതിസംഖ്യനെ വേറൊരു സംഖ്യ കൊണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്പറും തന്നെയായിരിക്കും? വേറൊരു അതിസംഖ്യ ആയിരിക്കും. ഇനി അടുത്ത് നോക്കിയേ, ഒരു -3 + -7 അല്ലേ? എത്രയാ? -3 + -7 ആൻസർ എത്രയാ? -10. കാരണം ഇതും നെഗറ്റീവ് നമ്പറാണ്, ഇതും നെഗറ്റീവ് നമ്പറാണ്. ആൻസർ എപ്പോഴും എത്രയാണ് കിട്ടുന്നത്? ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും. സോ ജനറലായിട്ടൊരു കാര്യം പറഞ്ഞൂടെ? രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് കൂട്ടാൻ വന്നാൽ എന്ത് ചെയ്താൽ മതി? സംഖ്യകൾ പരസ്പരം കൂട്ടുക. 7ഉം 3ഉം കൂട്ടി എത്ര കിട്ടി? 10 കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യുക? ആൻസറിന് എന്ത് കൊടുക്കുക? നെഗറ്റീവ് സൈൻ കൊടുക്കുക. മനസ്സിലായോ? രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് കൂട്ടാൻ വന്നാലോ? സംഖ്യകൾ പരസ്പരം കൂട്ടുക. ആൻസർ വേണമെങ്കിൽ പോസിറ്റീവ് കൊടുക്കാം, വേണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട? ചിഹ്നം കൊടുക്കണ്ട. സോ രണ്ട് അതിസംഖ്യകൾ അല്ലെങ്കിൽ രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ വന്നാൽ എന്ത് ചെയ്താൽ മതി? രണ്ട് സംഖ്യകൾ പരസ്പരം കൂട്ടിയിട്ട് ആ സംഖ്യക്ക് എന്ത് ചെയ്താൽ മതി? പോസിറ്റീവ് ചിഹ്നം നൽകിയാൽ മതി. നൽകിയാലും വേണ്ടില്ല, നൽകിയില്ലെങ്കിലും എന്തില്ല, കുഴപ്പമില്ല. ഇനി നോക്കിയേ, രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് തമ്മിൽ കൂട്ടാൻ വന്നാലോ? സംഖ്യകൾ പരസ്പരം കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? ആൻസറിന് നെഗറ്റീവ് സൈന് കൊടുക്കുക. ഓക്കെ, അസൈൻമെന്റിൽ എന്ത് ചെയ്യാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് തരും. നാളെ ഇന്നിപ്പോൾ 25 ക്വസ്റ്റ്യനാണ് ഞാൻ അസൈൻമെന്റിൽ തന്നിരിക്കുന്നത്. സിമ്പിളായിട്ട് സംഖ്യകളെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. PSCക്കൊക്കെ ചോദിക്കുന്ന സാധാരണ ക്വസ്റ്റ്യൻസ് ആണത്. നിങ്ങൾക്ക് യാതൊരു കാര്യമില്ല. പക്ഷേ സംഖ്യകൾ, നമ്പേഴ്സ്, അങ്ങനെ ഈ നമ്പേഴ്സ് ഉണ്ട് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇന്നത്തെ അസൈൻമെന്റ് തന്ന്. അപ്പോൾ ഇന്ന് മുതൽ ഈ ക്ലാസ് കഴിഞ്ഞാൽ അസൈൻമെന്റ് ഞാൻ 100-200 ക്വസ്റ്റ്യൻസ് ആയിരിക്കും തരുന്നത്. സോ നല്ല വൃത്തിയായിട്ട് എന്ത് ചെയ്യുക? ഈ കാര്യങ്ങൾ പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മാത്സിൽ ഈ ഒരു കാര്യം അറിഞ്ഞാൽ തന്നെ ഏകദേശം കണക്ക് ശരിയാവും. പ്ലസും മൈനസും കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒരു കുട്ടിക്ക് അറിയുമോ? എന്നാൽ മാത്സിലെ ഏകദേശം പകുതി കൺഫ്യൂഷൻ ഒഴിവാകുന്നത് ഈ ഒരു കാര്യം വെച്ചിട്ടാണ്. സോ നാളെ ഇനി ക്ലാസ് കേട്ടിട്ട് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് എന്നെ വിളിച്ച് കാര്യം പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുക? എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ ഇത് ഒരിക്കലും എന്ത് ചെയ്യരുത്? മിസ് ചെയ്യരുത്. നല്ല രീതിക്ക് വൃത്തിയായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. നോക്കിയേ, ഇപ്പൊ നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? രണ്ടും പോസിറ്റീവ് അല്ലെങ്കിൽ രണ്ടും എന്താ? നെഗറ്റീവ്, അല്ലെങ്കിൽ രണ്ടും അതിസംഖ്യകൾ അല്ലെങ്കിൽ രണ്ടും എന്താ? ന്യൂനസംഖ്യകളായിരുന്നു. ഇനി ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവും വന്നാലോ? അല്ലേ? സോ ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സെക്ഷനിലേക്ക് പോവാം. എല്ലാവരും എന്ത് ചെയ്യുക? നോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയെടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? അല്ലേ? രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ എപ്പോഴും പോസിറ്റീവ് നമ്പേഴ്സാണ് കിട്ടുക എന്ന് പറഞ്ഞു. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും എന്താ കിട്ടുക എന്ന് പറഞ്ഞു? നെഗറ്റീവ് നമ്പേഴ്സ് ആണ് കിട്ടുക എന്ന് പറഞ്ഞു. ഇനി നോക്കി, ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവും വന്നാലോ? നമുക്ക് ആദ്യം നമ്പർ ലൈൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? അതിനെന്തെങ്കിലും ഷോർട്ട് കട്ടുകളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നോക്കിയേ, ഒരു എക്സാമ്പിൾ എടുക്കാം. ഒന്നാമത്തെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 + -3.
1 പ്ലസ് -3. ഇതിന്റെ അർത്ഥം എന്താ? ഒന്നിനോട് കൂടി അല്ലേ, ഒന്നിനോട് കൂടി എത്ര ആഡ് ചെയ്യാനാ പറഞ്ഞത്? -3 ആഡ് ചെയ്യാനാണ്. സോ നോക്കിയേ, 1 എന്ന് പറയുന്നത് ഏതാ നമ്പർ? ചിഹ്നമുണ്ടോ? ഇല്ല. നോക്കി ഇങ്ങനെ സർക്കിൾ ചെയ്താൽ മതി. സർക്കിൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചിഹ്നമുണ്ടോ? ഇല്ല. ഇതെന്ത് നമ്പറാണ്? അപ്പോൾ പോസിറ്റീവ് നമ്പറാണ്. ഇനി നോക്കിയേ, 3 എന്ന് പറയുന്നത് എന്ത് നമ്പറാ? 3 എന്ന് പറയുന്നത് എന്ത് നമ്പറാ? നോക്കി, ഇതിന്റെ ചിഹ്നം അല്ലെങ്കിൽ സൈൻ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആണ്. സോ ഇത് എന്ത് നമ്പറാണ്? നെഗറ്റീവ് നമ്പറാണ്. സോ ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും കൂടി ആഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ലൈൻ വെച്ച് നോക്കാം. നമ്പർ ലൈനിൽ ഫസ്റ്റ് 1 എന്ന് പറയുന്ന സംഖ്യ അടയാളപ്പെടുത്തും. 1നോട് കൂടി എത്രയാണ് ആഡ് ചെയ്യാൻ പറഞ്ഞത്? 3 ആഡ് ചെയ്യണം. 3 എങ്ങോട്ടാണ് ആഡ് ചെയ്യേണ്ടത്? 3 എങ്ങോട്ടാണ് ആഡ് ചെയ്യേണ്ടത്? ഇപ്പോൾ റൈറ്റിലേക്കാണോ ലെഫ്റ്റിലേക്കാണോ? എങ്ങോട്ടാ? ലെഫ്റ്റിലേക്ക് അല്ലേ? കാരണം എന്താ? ഇതിന്റെ സൈൻ എന്താണ്? നെഗറ്റീവ് ആണ്. നെഗറ്റീവ് എപ്പോഴും ഏത് സൈഡിലേക്കാ? ലെഫ്റ്റ് സൈഡിലേക്കാണ്. സോ ഞാൻ ആഡ് ചെയ്യാണ്. എങ്ങോട്ടാണ്? ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു തവണ ആഡ് ചെയ്തു. എത്ര തവണ ആഡ് ചെയ്യണം? ഒരു തവണ ആഡ് ചെയ്താൽ മതിയോ? പോരാ, 3 തവണ ആഡ് ചെയ്യുക. രണ്ടാമത്തെ തവണ ആഡ് ചെയ്തു. മൂന്നാമത്തെ തവണ ആഡ് ചെയ്തു. നോക്കി, എവിടെ വന്ന് നിൽക്കുന്നത്? എവിടെയാ വന്ന് നിൽക്കുന്നത്? -2ലാണ്. സോ ആൻസർ ഇവിടെ എത്രയാ വന്നിരിക്കുന്നത്? -2 ആണ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ -2 പ്ലസ് 3. -2 പ്ലസ് 3. സോ നോക്കിയേ, -2 എന്ന് പറയുന്നത് ഏത് നമ്പറാ? നെഗറ്റീവ് നമ്പറാണ്. കാരണം ഇതിന്റെ സൈൻ എന്താ? നെഗറ്റീവ് സൈൻ ആണ് അല്ലേ? അത് നോക്കി, അടുത്ത 3 എന്ന് പറയുന്നത് എന്ത് നമ്പറാ? പോസിറ്റീവ് നമ്പറാണ്. ഇതിന്റെ സൈൻ ഇവിടെ എന്തെങ്കിലും സൈൻ ഉണ്ടോ? ഇല്ല. ഈ സൈൻ പോസിറ്റീവായിട്ട് കണക്കാക്കുന്നുണ്ടോ? ഇല്ല. ഇതെന്താണ്? കൂട്ടാനാണ്, അല്ലെങ്കിൽ അഡീഷന്റെ സൈൻ ആണ്. നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന അഡീഷൻ അല്ലേ? രണ്ടും എന്താണ്? ന്യൂനസംഖ്യകളുടെയും അതിസംഖ്യകളുടെയും കൂട്ടാനല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ -2 എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പറും ഇവിടെ പ്ലസ് ചിഹ്നം എന്ന് പറയുന്നത് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇത് ന്യൂനസംഖ്യ അല്ല, നെഗറ്റീവ് അല്ല, പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട്. സോ ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും വന്നു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ചെയ്ത ഒരു പോസിറ്റീവും നെഗറ്റീവും, ഇപ്പൊ ചെയ്ത എന്താണ്? ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും. ഇതിന്റെ അർത്ഥം എന്താ? -2 എന്ന് പറയുന്ന സംഖ്യയുടെ കൂടെ എത്ര ആഡ് ചെയ്യാനാണ്? 3 ആഡ് ചെയ്യാനാണ്. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പോസിറ്റീവ് അല്ലേ? അല്ലേ? അതിസംഖ്യ അല്ലേ? അതിസംഖ്യനെ നമ്മൾ എപ്പോഴും എങ്ങോട്ടാ കൂട്ടാറ്? ഇടത്തേക്കാണോ വലത്തേക്കാണോ? അതെ, അതിസംഖ്യകൾ എപ്പോഴും നമ്മൾ ഇങ്ങോട്ടാ കൂട്ടുന്നത്? വലത്തെ സൈഡിലേക്ക് കൂട്ടുക. എത്രയാ കൂട്ടേണ്ടത്? 3 കൂട്ടുക. സോ -2 എന്ന് പറയുന്ന സംഖ്യ ഇത് അവിടെ ഉണ്ട്. -2 ഞാൻ എന്ത് ചെയ്തു? സർക്കിൾ ചെയ്തു. സർക്കിൾ ചെയ്തിട്ട് -2 നിന്ന് എത്ര തവണ കൂട്ടണം? 3 തവണ. എങ്ങോട്ടാ കൂട്ടേണ്ടത്? പോസിറ്റീവ് ആയതുകൊണ്ട് വലത്തെ സൈഡിലേക്ക്. അതിസംഖ്യകൾ ഏത് സൈഡിലാ? വലത്തെ സൈഡിലല്ലേ? സോ വലത്തെ സൈഡിലേക്കാണ് പോകേണ്ടത്. ഞാൻ 1 തവണ പോയി, 2 തവണ പോയി, 3 തവണ പോയി. നോക്കിയേ, ആൻസർ എന്ന് പറയുന്നത് എത്രയാ? 1ലല്ലേ വന്ന് നിൽക്കുന്നത് അല്ലേ? സോ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ എത്രയാ? 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് +1 അല്ലേ? നമുക്ക് 1 എന്നിടാം, +1 എന്നിടാം. ആൻസർ ഏത് സംഖ്യ വന്നത്? നോക്കിയേ, അതിസംഖ്യ വന്നത്. ഇവിടെ ആൻസർ ഏതാ വന്നത്? നെഗറ്റീവ് അല്ലേ വന്നത്? സോ നമുക്ക് ജനറൽ ആയിട്ടൊരു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും എന്ത് കിട്ടും എന്ന് പറഞ്ഞു? നമ്മൾ പോസിറ്റീവ് കിട്ടും എന്ന് പറഞ്ഞു അല്ലേ? അല്ലെങ്കിൽ അതിസംഖ്യയും കൂട്ടിയാൽ എന്ത് സംഖ്യ കിട്ടുക? അതിസംഖ്യ കിട്ടും പറഞ്ഞു. അതേപോലെ എന്ത് പറഞ്ഞു? രണ്ടാമത്തെ കണ്ടീഷൻ, ന്യൂനസംഖ്യയും അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പറും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്ന് പറഞ്ഞു? ന്യൂനസംഖ്യ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പർ കിട്ടും എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നോക്കിയേ, ഒരു പോസിറ്റീവും വന്നു, ഒരു പോസിറ്റീവ് സംഖ്യ അല്ലെങ്കിൽ അതിസംഖ്യയും ഒരു ന്യൂനസംഖ്യയും വന്നപ്പോൾ ഇവിടെ ആൻസർ എന്തായിരുന്നു? നെഗറ്റീവ് ആയിരുന്നു അല്ലേ? ഇനി നോക്കിയേ, നേരെ തിരിച്ച്, ഒരു നെഗറ്റീവ് നമ്പർ അല്ലെങ്കിൽ ന്യൂനസംഖ്യയും ഒരു പോസിറ്റീവ് നമ്പർ അല്ലെങ്കിൽ അതിസംഖ്യയും കൂടി ആഡ് ചെയ്തപ്പോൾ ഇവിടെ ആൻസർ വന്നത് എന്താ? പോസിറ്റീവ് സംഖ്യ അല്ലെങ്കിൽ അതിസംഖ്യയാണ് ആൻസർ വന്നത്. അപ്പോൾ നമുക്ക് ജനറൽ ആയിട്ടൊരു കാര്യം പറയാൻ പറ്റുമോ? പോസിറ്റീവും അല്ലെങ്കിൽ അതിസംഖ്യയും ന്യൂനസംഖ്യയും അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് നമ്പർ നെഗറ്റീവ് നമ്പർ ആഡ് ചെയ്താൽ ആൻസർ എപ്പോഴും നെഗറ്റീവാണ് കിട്ടുക എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് ആഡ് ചെയ്താൽ എപ്പോഴും ആൻസർ പോസിറ്റീവാണ് കിട്ടുക എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇവിടെ 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്നെങ്കിൽ അത് എന്താവാം? നെഗറ്റീവ് ആവാം, അല്ലെങ്കിൽ അതെന്താവാം? പോസിറ്റീവ് ആവാം. അപ്പം നമ്മൾ എന്ത് പറയും? അപ്പം നമ്മൾ എന്ത് ചെയ്യും? ജനറൽ ആയിട്ട് ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഈ നമ്പർ ലൈൻ മാറ്റിയിട്ട് നമ്മൾ ജനറൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമുക്ക് നമ്പർ ലൈൻ പറ്റുമോ? ഇല്ല. അപ്പൊ ജനറൽ ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുക. ഇതാ, ഒരു അതിസംഖ്യയും ഒരു ന്യൂനസംഖ്യയും അല്ലെങ്കിൽ ഒരു ന്യൂനസംഖ്യയും ഒരു അതിസംഖ്യയും. ഇപ്പോൾ
ഒരു പോസിറ്റീവ് നമ്പർ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് നമ്പർ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് നമ്പർ ഒരു പോസിറ്റീവ് നമ്പറും കൂടി എന്ത് ചെയ്യാൻ വന്നാൽ ആഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഇതാ VC ചെയ്താൽ മതി. എന്താണ് VC? ആ മെറ്റീരിയൽ ഉണ്ടാവും VC. എന്താണ് ഈ VC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണോ വലിയ സംഖ്യ എന്ന് നോക്കുക. ഇവിടെ ഏതാണോ വലിയ സംഖ്യ എന്ന് നോക്കുക. സൈൻ കൺസിഡർ ചെയ്യരുത്, ചിഹ്നം പരിഗണിക്കരുത്. ഇവിടെ നോക്കിയ -3 ആണ്, ഇവിടെ എത്രയാണ്? 1 ആണ്. ചിഹ്നം നോക്കാതെ എന്ത് ചെയ്യുക? 1, 3 സംഖ്യകൾ മാത്രം പരിഗണിക്കുക. 1 ആണോ 3 ആണോ വലുത്? 3 അല്ലേ? സോ 3ൽ നിന്ന് എന്ത് ചെയ്യുക? 1 കുറയ്ക്കുക. വലുതിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക. ലാർജസ്റ്റ് നമ്പർ ഷുഡ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം സ്മോളസ്റ്റ് നമ്പർ. ഓക്കെ, സോ ഇവിടെ നോക്കിയ 3 എന്ന് പറയുന്ന വലിയ സംഖ്യയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? 1 എന്ന് പറയുന്ന ചെറിയ സംഖ്യയെ നമ്മൾ എന്ത് ചെയ്തു? കുറച്ചു അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്തു. സോ 3ൽ നിന്ന് 1 കുറച്ചാൽ ആൻസർ എത്രയാണ് വരുന്നത്? 2 അല്ലേ വരിക? 3 - 1 എന്ന് പറയുന്നത് എത്രയാ? 2 ആണ്. എന്നിട്ട് എന്ത് ചെയ്യുക? വലിയ സംഖ്യക്ക് ഏതാണോ ചിഹ്നം അല്ലെങ്കിൽ വലിയ സംഖ്യയുടെ സൈൻ ഏതാണോ ആ സൈൻ ആർക്ക് കൊടുക്കുക? ആൻസറിന്റെ കൂടെ കൊടുക്കുക. സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നോക്കിയ ആൻസർ ഇവിടെ -2 അല്ലേ നമുക്ക് കിട്ടിയത്? ഇവിടെ നോക്കിയ ആൻസർ എന്ത് ചെയ്തു? -2 ആയില്ലേ? ഇനി അടുത്ത് നോക്കിയ രണ്ടാമത്തെ കേസ് നോക്കി. ഇവിടെ വലിയ സംഖ്യ എന്ന് പറയുന്നത് ഏതാ? 2 ആണോ വലുത് 3 ആണോ വലുത്? ചിഹ്നം നോക്കരുത്. ചിഹ്നം നോക്കാതെ 2 ആണോ വലുത് 3 ആണോ വലുത്? 3 അല്ലേ? സോ 3ൽ നിന്ന് എത്ര കുറയ്ക്കുക? 2 കുറച്ചു. 3ൽ നിന്ന് 2 കുറച്ചാൽ എത്ര ആൻസർ കിട്ടുന്നത്? 1 ആണ്. 1ന്റെ കൂടെ ഏത് ചിഹ്നം ഇട്ട് കൊടുക്കുക? വലിയ സംഖ്യയുടെ ചിഹ്നം. വലുത് എന്ന് പറയുന്ന ഏതാ സംഖ്യ? ഇവിടെ 3 ആണ്. 3ന് ഇവിടെ ചിഹ്നം ഉണ്ടോ? ഇല്ല. ചിഹ്നം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത് ഏത് നമ്പറാണ്? അതിസംഖ്യ അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പർ ആണ്. സോ നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ചിഹ്നം ഏതാണ്? പോസിറ്റീവ് ചിഹ്നം ഇട്ട് കൊടുക്കുക. സോ ആൻസർ എത്രയാ? നോക്കിയേ, 1 അല്ലെങ്കിൽ +1 എന്ന് പറഞ്ഞൂടെ? സോ നമുക്ക് ജനറലായിട്ട് എങ്ങനെ പറയാം? ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും കൂടി കൂട്ടാൻ വന്നു കഴിഞ്ഞാൽ നോക്കിയേ VC എന്ന് പഠിച്ചാൽ മതി. VC എന്ന് പഠിച്ചാൽ മതി. VC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നോക്കിയേ, ഇത് വേറെ ടെക്സ്റ്റ് ബുക്കിലോ കാര്യങ്ങളൊന്നും കാണൂല കേട്ടോ. അതൊക്കെ നമ്മളതായ സ്വന്തം പ്രൊഡക്റ്റുകളാണ്. ഓക്കെ, സോ V എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് മെറ്റീരിയൽ നോക്കുക. എല്ലാവരും മെറ്റീരിയൽ എടുത്തിട്ട് അതിലൊന്ന് ശ്രദ്ധിക്കുക. അതിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് വലുതിൽ നിന്ന്. C എന്ന് പറഞ്ഞാൽ എന്താ? ചെറുത്. വലുതിൽ നിന്നൊന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? വലിയ സംഖ്യയിൽ നിന്ന്. ചെറുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ചെറിയ സംഖ്യ. K എന്ന് പറഞ്ഞാൽ എന്താണ്? കുറയ്ക്കുക. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. വലുതിന്റെ ചിഹ്നം കൊടുക്കുക. ഈ C എന്ന് പറയുന്നത് എന്തിനാണ്? ചിഹ്നത്തിന്റെ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. ഓക്കെ, VC. മനസ്സിലായോ? സോ ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് നെഗറ്റീവ് സംഖ്യകൾ കൂട്ടാൻ അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? VC ചെയ്താൽ മതി. ഇതേപോലെ വരച്ച് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. നോക്കിയ ഒരു എക്സാമ്പിൾ നോക്ക്. ഒരു എക്സാമ്പിൾ നോക്കിക്കോ. -5 + 4 ചെയ്തു. -5 + 4 എന്ന് പറയുമ്പോൾ -5 എന്ന് പറയുന്നത് ഏത് സംഖ്യയാണ്? -5 എന്ന് പറയുന്നത് ന്യൂനസംഖ്യ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പർ അല്ലേ? 4 എന്ന് പറയുന്നത് ഏത് നമ്പറാണ്? പോസിറ്റീവ് നമ്പർ അല്ലേ? നിങ്ങൾക്ക് എഴുതുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? വട്ടമിട്ട് വെക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. -5ന് എപ്പോഴും എന്ത് ചെയ്യുക? മൈനസ് ചിഹ്നങ്ങൾ വരുന്നതിനൊക്കെ എന്ത് ചെയ്യുക? ഒരു കൂട്ടിലാക്കി അല്ലെങ്കിൽ ബ്രാക്കറ്റിലാക്കി വെക്കുക. സോ -5 കൂട്ടണം 4 അല്ലെങ്കിൽ -5 + 4 അല്ലേ? സോ -5 + 4 എന്ന് പറയുമ്പോൾ -5 എന്ന് പറയുന്നത് ന്യൂനസംഖ്യയാണ്. ഇതെന്താണ്? അതിസംഖ്യയാണ്. ഒരു ന്യൂനസംഖ്യയോ അതിസംഖ്യയും എന്ത് ചെയ്യാൻ വന്നാൽ, കൂട്ടാൻ വന്നാൽ അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ വന്നാൽ നമുക്ക് എന്താണ് നിയമം എന്ന് പറയുന്നത്? VC ആണ്. എന്താ VC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. ഇവിടെ ഏതാ വലുത് എന്ന് പറയുന്ന സംഖ്യ? ചിഹ്നം നോക്കാതെ നോക്കുക. വലുത് എന്ന് പറയുന്ന ഏതാ സംഖ്യ? 5 അല്ലേ? സോ 5 എടുക്കുക. 5ൽ നിന്ന് എത്ര കുറയ്ക്കുക? 4 കുറയ്ക്കുക. 4 കുറച്ചാൽ ആൻസർ എത്രയാ? 5 - 4 എന്ന് പറഞ്ഞാൽ 1 ആണ്. എന്നിട്ട് എന്തിന്റെ ചിഹ്നമാണ്? VC ആണ്. വലുതിന്റെ ചിഹ്നമാണ്. വലുതിന്റെ ചിഹ്നം ഇവിടെ ഏതാ? വലുത് എന്ന് പറയുന്നത് 5 ആണ്. 5ന്റെ ചിഹ്നം ഏതാ? മൈനസ് ആണ്. സോ ആൻസർ എത്രയാ? -1. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 6 + -2. മൈനസ് ഇടുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക? നിങ്ങൾ ബ്രാക്കറ്റ് യൂസ് ചെയ്യുക. എല്ലാവരും ശ്രദ്ധിച്ചോളാം. വീഡിയോ നല്ല രീതിക്ക് കണ്ടോളാം. നോട്ട്ബുക്കിൽ എങ്ങാനും ബ്രാക്കറ്റ് യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ നേരിട്ട് കാണുമ്പോൾ ബാക്കി ഞാൻ പറയും കേട്ടോ.
സോ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കേട്ട് കണ്ട് പഠിച്ചിട്ട് അതുപോലെ നോട്ട്ബുക്കിൽ അപ്ലൈ ചെയ്തോളുക. സോ നോക്ക്, മൈനസ് ചിഹ്നങ്ങൾ വരും, മൈനസ് സംഖ്യകൾ അല്ലെങ്കിൽ ന്യൂനസംഖ്യകൾ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് എഴുതുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് യൂസ് ചെയ്യുക. പകുതി കൺഫ്യൂഷൻ ഒഴിവാകും. നോക്കിയേ, 6 പ്ലസ് -2. അല്ലെങ്കിൽ നോക്കി ഇതിങ്ങനെ എഴുതുന്ന സമയത്ത് പലരും എഴുതുക ഞാൻ എഴുതുന്ന പോലെ ആയിരിക്കില്ല. ഇപ്പോൾ നോക്കി ചിലർ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 പ്ലസ് -2. നോക്കിയേ, 6 പ്ലസ് -2 കൂട്ടാനാണോ കുറയ്ക്കാനാണോ? കൺഫ്യൂഷൻ ആയില്ലേ? ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇവനൊരു കൂട്ടിലാക്കുമ്പോൾ നോക്കിയേ, 6 കൂട്ടണം എന്തായി, -2 ആയില്ലേ? സോ കൺഫ്യൂഷൻ ഒഴിവായില്ലേ? മൈനസ് സംഖ്യകൾ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് വരുമ്പോൾ അപ്പം എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് യൂസ് ചെയ്യുക. സോ ഇതിന്റെ ആൻസർ എത്രയായിരിക്കും? 6 പ്ലസ് -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 പ്ലസ് -2 6നോട് കൂടി -2 കൂട്ടുക അല്ലേ? 6 എന്ന് പറയുന്നത് പോസിറ്റീവ് അല്ലെങ്കിൽ അതിസംഖ്യയാണ്. 2 എന്ന് പറയുന്നത് നെഗറ്റീവ് അല്ലെങ്കിൽ ന്യൂനസംഖ്യയാണ്. സോ നമ്മൾ എന്താ ചെയ്യാറ്, VC ആണ് അപ്ലൈ ചെയ്യുക. VC എന്ന് പറഞ്ഞാൽ എന്താ, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. വലുത് എന്ന് പറയുന്ന ഏത് സംഖ്യയാണ്? 6 അല്ലേ? 6ൽ നിന്ന് എത്ര കുറയ്ക്കുക, ചെറുത് കുറയ്ക്കുക. ചെറുത് എന്ന് പറയുന്ന സംഖ്യ എത്രയാണ്? 2 ആണ്. 6ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ ആൻസർ എത്ര കിട്ടുന്നത്? 4 ആണ്. തീർന്നോ? ഇല്ല, വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ടേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യണം, വലുതിന്റെ ചിഹ്നം കൊടുക്കണം. വലുത് എന്ന് പറയുന്നത് ഇവിടെ ഏതാ? 6 ആണ്. 6ന്റെ ചിഹ്നം എന്താ? പ്ലസ് ആണ്. സോ 4 എന്ന് എഴുതിയാലും കുഴപ്പമുണ്ടോ? ഇല്ല. ഇനിയിപ്പോ വേണ്ട, +4 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. സോ നോക്കിയേ, 6 പ്ലസ് -2 എന്തായി? ആൻസർ എത്രയാ? 4. സോ വ്യക്തമായില്ലേ? കാര്യങ്ങൾ മനസ്സിലായോ? നമുക്കിവിടെ പറഞ്ഞൂടെ, ജനറൽ ആയിട്ടൊരു കാര്യം പറഞ്ഞൂടെ, 2 പോസിറ്റീവ് സംഖ്യകൾ, ഫസ്റ്റ് പഠിച്ച കാര്യം, 2 പോസിറ്റീവ് സംഖ്യകൾ അല്ലെങ്കിൽ അതിസംഖ്യകൾ കൂട്ടാൻ വന്നാൽ എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടി പരസ്പരം കൂട്ടിയാൽ മതി അല്ലേ? ഒരു നല്ല മനുഷ്യന്റെ കൂടെ ഒരു നല്ല മനുഷ്യൻ കൂട്ടിയാൽ ആ മനുഷ്യൻ നന്നാവോ ചീത്താവോ? രണ്ടുപേരും നന്നാവൂലേ? അതന്നെ ആ ഒരു കൺസെപ്റ്റ്. പ്ലസും കൂടിയാൽ എപ്പോഴും എന്താണ്? പ്ലസ്. ഇനി ഒരു ചീത്ത ഒരു വ്യക്തിയുടെ കൂടെ ഒരു ചീത്ത വ്യക്തി കൂടി, ആ ടീം എപ്പോഴും എന്തായിരിക്കും? കച്ചറയായിരിക്കില്ലേ? സോ നോക്കിയേ, മൈനസും എന്തായി? മൈനസ് തന്നെയാണ്. അടുത്തതോ VC എന്ന് പറയുന്ന സാധനം അപ്ലൈ ചെയ്താൽ മതി. അടുത്തത് നോക്ക്, ഒരു പ്ലസും ഒരു മൈനസും വന്നു, അല്ലെങ്കിൽ ഒരു മൈനസും പ്ലസും വന്നു. എല്ലാം എന്ത് ചെയ്യാനാണ്? കൂട്ടാനാണ്, അല്ലെങ്കിൽ ആഡ് ചെയ്യാനുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ, അഡീഷനാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിലും എന്താ? കൂട്ടാനുള്ള സംഭവങ്ങളാണ്, അല്ലെങ്കിൽ സംഖ്യകൾ പരസ്പരം കൂട്ടുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ നോക്കിയേ, പോസിറ്റീവ് അല്ലെങ്കിൽ അതിസംഖ്യയും കൂട്ടി എന്ത് കിട്ടി? അതിസംഖ്യ കിട്ടി. ന്യൂനസംഖ്യയും കൂട്ടി എന്ത് കിട്ടി? ന്യൂനസംഖ്യ കിട്ടി. ഇനി നോക്കിയേ, അതിസംഖ്യയും കൂട്ടി എന്താണ്? ന്യൂനസംഖ്യയും അതിസംഖ്യയും കൂട്ടിയാൽ എന്താണ്? അതിസംഖ്യ. അങ്ങനെ പറയുമോ ആരെങ്കിലും? ഇല്ല. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അത് സംഖ്യകളുടെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ്. സോ നമുക്ക് ജനറൽ ആയിട്ട് എന്ത് ചെയ്താൽ മതി, 2 വ്യത്യസ്ത ചിഹ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, 2 വ്യത്യസ്ത ചിഹ്നങ്ങളുള്ള സംഖ്യകൾ പരസ്പരം കൂട്ടാൻ വന്നാൽ എന്ത് ചെയ്താൽ മതി? VC എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, VC ഒരേപോലത്തെ ചിഹ്നങ്ങളാണ് എന്ത് ചെയ്യുക? പരസ്പരം കൂട്ടുക, ആ ചിഹ്നം തന്നെ അവർക്ക് കൊടുക്കുക. നോക്കിയാൽ പ്ലസും കൂട്ടിയാൽ എപ്പോഴും എന്താണ്? പ്ലസ് ആണ്. മൈനസും കൂട്ടിയാൽ എപ്പോഴും എന്താ? മൈനസ് ആണ്. പക്ഷേ പ്ലസും മൈനസും അല്ലെങ്കിൽ മൈനസും പ്ലസും, അതിസംഖ്യയും ന്യൂനസംഖ്യ അല്ലെങ്കിൽ ന്യൂനസംഖ്യ അതിസംഖ്യയും കൂട്ടാൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും എന്ത് ചെയ്യുക? VC എന്ന് പറയുന്ന സംഭവം ആലോചിച്ചോളുക. എന്താ VC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ച് വലുതിന്റെ ചിഹ്നം കൊടുക്കുക. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും തെറ്റിപ്പോകുന്ന ഒരു സംഭവമാണ്. സോ എന്ത് ചെയ്യുക, നാളെ ഇതിൻ്റെ ഒരു 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോന്നിൻ്റെയും 100 ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആവശ്യമില്ലത് നമുക്ക് ജനറലായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 100 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓരോ ക്വസ്റ്റ്യനും എടുത്തിട്ട് അതിനനുസരിച്ചിട്ട് ഏതാണ് അതിസംഖ്യ, ഏതാണ് ന്യൂനസംഖ്യ, രണ്ടും അതിസംഖ്യയാണോ, രണ്ടും ന്യൂനസംഖ്യയാണോ, ഒരു അതിസംഖ്യയും ന്യൂനസംഖ്യ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് നമ്പർ ഒരു നെഗറ്റീവ് നമ്പറും വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, രണ്ടും പോസിറ്റീവ് വന്നാൽ എന്താ ചെയ്യേണ്ടത്, രണ്ടും നെഗറ്റീവ് വന്നാൽ എന്താ ചെയ്യേണ്ടത്, നിയമങ്ങൾ നല്ലോണം പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക. കോപ്പി അടിക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും എല്ലാവർക്കും. വെറുതെ അതിന്റെ ആൻസർ എത്രയെന്ന് പറഞ്ഞ് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യാം. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുന്നവരങ്ങനെ ചെയ്തോ, നല്ല നിർബാധം ചെയ്തോളാം. കാരണം എന്ന് പറഞ്ഞാൽ യാതൊരു റിസൾട്ടും അവസാനത്തേക്ക് നിങ്ങൾക്ക് ഉണ്ടാവില്ല. സത്യസന്ധമായിട്ട് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് പഠിക്കാം. ഇത് അടിപൊളിയായിട്ട് പഠിച്ചോ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. ഓക്കെ, സോ എന്താ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാ? അതിസംഖ്യകൾ പരസ്പരം കൂട്ടുക, ന്യൂനസംഖ്യകൾ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് പരസ്പരം കൂട്ടുക, പിന്നെന്താ? ഒരു പോസിറ്റീവ് നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവും പോസിറ്റീവും കൂട്ടാൻ വന്നാൽ, അല്ലേ? എത്ര തന്നെയല്ലേ ഉള്ളൂ ഇനി?
ഓക്കെ അല്ലേ? അഡീഷൻ ഓക്കെ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ തരാം. ആ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാവരും എന്ത് ചെയ്യുക, കറക്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ എന്നെ വിളിക്കുക, ഞാൻ വാട്സപ്പിലൂടെ എന്ത് ചെയ്യാം, അതിനുള്ള മറുപടി തരാം. ഓക്കെ, നമുക്കിന്ന് അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടുത്ത സെക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ ബോർഡൊക്കെ ഒന്ന് മായ്ച്ച് സെറ്റാക്കട്ടെ. ഓക്കെ, റെക്കോർഡ് ചെയ്യാണ്. ഫോണ് വേറെ, രണ്ടും വേറെ വേറെ ഫോണൊക്കെയാണ്. നോക്കൊന്നും വേണ്ട, പഠിക്കൊന്നുമല്ല കേട്ടോ. അതൊക്കെ വെച്ച് അപ്പോൾ നോക്കാം. അപ്പോൾ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അഡീഷൻ നമ്മൾ പഠിച്ചു. എന്തിൻ്റെ അഡീഷനാണ് പഠിച്ച്? പോസിറ്റീവ് നമ്പേഴ്സിൻ്റെയും നെഗറ്റീവ് നമ്പേഴ്സിൻ്റെയും അഡീഷനാണ് പഠിച്ചു അല്ലേ? അത് നമ്മൾ ജനറലായിട്ട് പറഞ്ഞു നോക്കിയാൽ നമ്മൾ എന്താ ഒന്നും കൂടി റിവൈൻഡ് ചെയ്യുവാണെങ്കിൽ ഒരു പോസിറ്റീവും കൂടി ആഡ് ചെയ്താൽ ആൾവേസ് എന്താ കിട്ടുക, പോസിറ്റീവ്. ഇനി നോക്കി അടുത്തൊരു നെഗറ്റീവും കൂടി ആഡ് ചെയ്താൽ എപ്പോഴും എന്താ കിട്ടുക, നെഗറ്റീവാണ്. ഇനി എന്തായിരുന്നു, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും എന്താ കിട്ടുക എന്ന് പറയാൻ പറ്റൂല. നമുക്ക് എന്താണ് സംഭവം ഇവിടെ ഉണ്ടായിരുന്നത്, VC ആണ്. VC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നമാണ്. ഇനി VC തപ്പി ടെക്സ്റ്റ് ബുക്ക് ഒന്നും നോക്കി പോകണ്ട, ടെക്സ്റ്റ് ബുക്കിലൊന്നും ആ സംഭവം ഉണ്ടാവില്ല കേട്ടോ. സോ ഇവിടെ നോക്ക്, ജനറലായിട്ട് നമ്മൾ പഠിച്ചു. ഇവിടെ പഠിച്ചത് എന്തായിരുന്നു, എല്ലാം എന്ത് ചെയ്യാനായിരുന്നു, കൂട്ടുക അല്ലേ? അതിസംഖ്യേനെ കൂടെ അതിസംഖ്യ കൂട്ടി, ന്യൂനസംഖ്യേന്റെ കൂടെ ന്യൂനസംഖ്യ കൂട്ടി, അതിസംഖ്യേന്റെ കൂടെ എന്ത് കൂട്ടി, ന്യൂനസംഖ്യ കൂട്ടി, ന്യൂനസംഖ്യേന്റെ കൂടെ എന്ത് കൂട്ടി, അതിസംഖ്യ കൂട്ടി അല്ലേ? സോ ഇവിടെ ഓപ്പറേഷൻ അല്ലെങ്കിൽ ക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, കൂട്ടാനായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, കുറയ്ക്കാനാണ്. സോ കുറയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, നോക്കിയേ, സബ്ട്രാക്ഷൻ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സ്. സോ ഇതേപോലെ കുറേ നിയമങ്ങളൊന്നും പഠിക്കേണ്ട കുറയ്ക്കുന്നതിന്. ഒറ്റ നിയമം ഒറ്റൊരു കാര്യം മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ പഠിച്ചിട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കുറയ്ക്കാനുള്ളതുണ്ടാവും. പക്ഷേ കുറയ്ക്കാനുള്ളതിന് നമുക്ക് എന്ത് വേണം, ഈ സംഭവം എപ്പോഴും ഓർമ്മ വരണം. ഇത് പഠിച്ചു പോയിട്ട് ഇത് പഠിച്ചു വരുന്ന സമയത്ത് തിരിച്ചിത് മറക്കാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ കുറയ്ക്കണമെന്നുണ്ട്, രണ്ട് സംഖ്യകൾ ഇപ്പോൾ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം നമുക്ക് അറിഞ്ഞേ പറ്റും. സോ എങ്ങനെ നമുക്ക് നോക്കാം, കുറയ്ക്കാനുണ്ടെങ്കിൽ രണ്ട് സംഖ്യകൾ കുറയ്ക്കാൻ ഏതൊക്കെ, കുറേ പോസിബിലിറ്റി വരാം അല്ലേ? ഇപ്പോൾ നോക്കി ഞാൻ ജസ്റ്റ് രണ്ട് സംഖ്യകൾ എടുക്കാം. ഏതൊക്കെയാ, ഒരു 6ഉം 4ഉം എടുക്കാം. നമുക്കൊരു രീതിക്ക് എഴുതാം, 6 കുറയ്ക്കണം 4 എന്ന് എഴുതാം അല്ലേ? അടുത്തതോ ഇങ്ങനെ എഴുതാം, 4 കുറയ്ക്കണം 6 എന്ന് എഴുതാം. ഇല്ലെങ്കിലോ -4 കുറയ്ക്കണം 6 എന്ന് എഴുതാം. ഇല്ലെങ്കിലോ -4 കുറയ്ക്കണം -6 എന്ന് എഴുതാം. ഇത്രയും പോസിബിലിറ്റി ഉണ്ട് അല്ലേ? ഇനി വേണ്ടെങ്കിൽ എന്ത് ചെയ്യാം, -6 കുറയ്ക്കണം, നേരെ തിരിച്ച് റിവേഴ്സ് മാറ്റി എഴുതാം. ഇഷ്ടംപോലെ പോസിബിലിറ്റി ഉണ്ട്. 5-8 പോസിബിലിറ്റിയിലും എന്ത് ചെയ്യാം, വെറൈറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ എഴുതാം. ഇപ്പം ജനറലായിട്ട് ഈ ഒരു കാര്യം നോക്കാം, ഇത്രയും കാര്യങ്ങൾ ഓക്കെ. 6 കുറയ്ക്കണം 4, 4 കുറയ്ക്കണം 6, -4 കുറയ്ക്കണം 6, -4 കുറയ്ക്കണം -6. ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ നോക്കിയേ, മൈനസും ഒക്കെ വരുന്നുണ്ടല്ലോ അടുത്തടുത്ത്. ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, മൈനസ് ചിഹ്നങ്ങൾ എഴുതും, അല്ല മൈനസ് നമ്പേഴ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് അല്ലെങ്കിൽ ന്യൂനസംഖ്യകൾ എഴുതുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, അവരെ മാത്രം ഒരു കൂട്ടിലാക്കി വയ്ക്കും. -4. ഇനി നോക്കിയേ, ഇതെന്താ, -6. ഇപ്പോൾ വായിക്കാൻ കുറച്ച് എളുപ്പമല്ലേ, -4 കുറയ്ക്കണം -6 അല്ലേ? അല്ലെങ്കിൽ -4 -6 കുറച്ചും കൂടി എന്താ ക്ലിയർ ആവുന്നില്ല, ക്ലാരിറ്റി വരുന്നില്ലേ? സോ ഇവിടെ നോക്കി, ഇതും എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ചെയ്യുക. -4 കുറയ്ക്കണം, ഇതിന് വേണോ, വേണ്ട, ഇതെന്ത് നമ്പറാണ്, പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ടാണ് ഇവിടെ എന്തില്ലാത്തത്, ചിഹ്നം ഇല്ലാത്തത്. ഇനി ഇവിടെ നോക്കിയേ, 4 കുറയ്ക്കണം 6, ഇതിന് വേണോ, ഇത് രണ്ടും എന്താണ്, പോസിറ്റീവ് നമ്പേഴ്സ് അല്ലേ? 4 എന്ന് പറയുന്നത് അല്ലെങ്കിൽ 4 എന്ന് പറയുന്നത് എന്ത് നമ്പറാ, പോസിറ്റീവ് നമ്പറാണ്. -4 എന്നാണ് ഞാൻ പറയുന്നത്, അല്ല 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്താണ്, പോസിറ്റീവ് ആണ്. സോ ഇവിടെ ചിഹ്നം ഉണ്ട്. നമ്മൾ സാധാരണ പോസിറ്റീവ് നമ്പേഴ്സിന് ചിഹ്നം ഇടാറുണ്ടോ, ഇല്ല. സോ 4 കുറയ്ക്കണം, മൈനസ് ചിഹ്നമാണ്, കുറയ്ക്കാനുള്ള ചിഹ്നമാണ്. 4 കുറയ്ക്കണം, ഇതെന്താണ്, 6 ആണ്, സിംപിളി 6 ആണ്. സിംപിളി 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6ന്റെ ചിഹ്നം എന്താ, പോസിറ്റീവാണ്. സോ രണ്ട് പോസിറ്റീവ് സംഖ്യകൾ കുറയ്ക്കാൻ. ഇത് നോക്കി, 6 കുറയ്ക്കണം 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞ പോലെ തന്നെ അല്ലേ, രണ്ടും എന്ത് നമ്പറാണ്, പോസിറ്റീവ് നമ്പറാണ്. 6 കുറയ്ക്കണം 4, 6 എന്ന് പറയുന്നതും 4 എന്ന് പറയുന്നതും എന്ത് നമ്പറാ, പോസിറ്റീവ് നമ്പർ അല്ലേ? സോ നോക്കി ഇതെങ്ങനെയാ ചെയ്യാന്നുള്ളത്.
നമുക്കെന്ത് 6 കുറയ്ക്കണം 4 നമുക്കിത് എഴുതാം, ചാടിക്കേറി എഴുതാം അല്ലേ. 2 എന്ന് എഴുതാം. ഇവിടെ എത്തുമ്പോഴോ ഇതും 2 എന്ന് എഴുതാം അല്ലേ നമുക്ക്. അതെങ്ങനെ ശരിയാവുക? 2 കാര്യങ്ങൾ. 6-ൽ നിന്ന് നമുക്ക് 4 കുറയ്ക്കാം. 6 ചക്കയിൽ നിന്ന് 4 ചക്ക എടുത്ത് പോയാൽ പിന്നെ ബാക്കി എത്ര ചക്ക ഉണ്ടാവും? 2 ചക്ക. ലോജിക്ക് വെച്ച് കറക്റ്റ് ആണല്ലേ. പക്ഷെ 4 ചക്കയിൽ നിന്ന് 6 ചക്ക എടുക്കാൻ പറ്റുമോ നമുക്ക്? അത് പോസിബിൾ ആണോ? 4 ചക്കയുള്ളടത്ത് നിന്ന് പോയിട്ട് 6 ചക്ക എടുത്തിട്ട് പാടാന്ന് പറയാൻ പറ്റുമോ? പോസിബിൾ ആണോ അത്? ഇല്ല. സോ അവിടെ ആൻസർ 2, ബാക്കി 2 ഉണ്ടാവും അവിടെ. ഒരു കൺസെപ്റ്റ് തെറ്റില്ലേ? സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താ വരുന്നത്? നെഗറ്റീവാ വരുന്നത്. ഇനി അടുത്ത് നോക്കിക്കോ, ഇവിടെ ആൻസർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2ഉം -2 ഒന്നല്ല വരിക. ആൻസർ എത്രയാണ് വരുന്നത്? -10 വരുന്നത്. സോ നോക്കി, ഇവിടെ ആൻസർ വരുന്നത് എത്രയാ വരുന്നത്? ഇവിടെ ആൻസർ വരുന്നത് 2 വരുന്നത് അല്ലേ. എങ്ങനെ ഇതൊക്കെ വരുന്നത്? എങ്ങനെ ഇത് പോസിബിൾ ആവുന്നത്? അല്ലെങ്കിൽ ഏത് നിയമം വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്? ഒന്നുമില്ല, സിമ്പിളായിട്ടൊരു ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ നമുക്ക് ഫസ്റ്റ് ഒരു എക്സാമ്പിൾ, ബാക്കിയൊക്കെ ഞാൻ വായിക്കുകയാണ്. ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ഏതാ? 6 കുറയ്ക്കണം 4. 6 കുറയ്ക്കണം 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6-ൽ നിന്ന് എന്ത് ചെയ്യാനാണ്? 4 കുറയ്ക്കാനാണ്. അല്ലെങ്കിൽ 6 ചക്കയിൽ നിന്ന് 4 ചക്ക എടുത്തിട്ട് വരാനാണ് പറയുന്നത് അല്ലേ. സോ 6 കുറയ്ക്കണം 4 എന്നാ പറയുന്നത്. 6-ൽ നിന്ന് 4 കുറയ്ക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. അല്ലാതെ 4-ൽ നിന്ന് 6 കുറയ്ക്കുക എന്നാണോ? അല്ല. എപ്പോഴും ഇതിന്റെ ഓർഡർ നോക്കി വെച്ചോളാം. 6-ൽ നിന്ന് 4 കുറയ്ക്കുക, 6-ൽ നിന്ന് 4 കുറയ്ക്കുക എന്ന് പറയുമ്പോൾ 6 കുറയ്ക്കണം 4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2ആണ്. ഇതിന് വലിയ നിയമത്തിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ എപ്പോഴും ഞാൻ ഒരു കാര്യം പറയാം, 2 സംഖ്യകൾ, അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, ഏത് നമ്പേഴ്സ് വന്നാലും, ഞാൻ ഇവിടെ ഹെഡിങ്ങിന് എഴുതിയിരിക്കുന്നത് സബ്ട്രാക്ഷൻ ഓഫ് 2 പോസിറ്റീവ് നമ്പേഴ്സ് അല്ല എഴുതിയിരിക്കുന്നത്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. നമ്മൾ പോസിറ്റീവ് നെഗറ്റീവിനെയൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരുമിച്ചങ്ങ് പറയാം. ഇവിടെ പറഞ്ഞ പോലെ 2 പോസിറ്റീവ് 2 നെഗറ്റീവ് 2 എന്താ, ഒരു പ്ലസ് ഒരു മൈനസ്, ഒരു മൈനസ് ഒരു പ്ലസ്, അങ്ങനെ വന്നിട്ട് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. സിമ്പിളായിട്ടൊരൊറ്റ എന്ത് പഠിക്കുക? നിയമം പഠിക്കുക. എന്ത് ചെയ്താൽ മതി? 2 കാര്യം. 2 സംഖ്യകൾ കുറയ്ക്കാൻ വന്നാൽ സംഖ്യകൾ എന്ത് ചെയ്യുക? ചിഹ്നം മാറ്റി കൂട്ടുക. എന്തിന്റെ ചിഹ്നം മാറ്റി കൂട്ടുക? കുറയ്ക്കേണ്ട സംഖ്യയുടെ സൈൻ ചേഞ്ച് ചെയ്യുക, ആഡ് ചെയ്യുക. ഇവിടെ നോക്കിയേ, ഒന്നുമില്ല, സിമ്പിളായിട്ടൊരൊറ്റ കാര്യം. 6 കുറയ്ക്കണം 4 എന്നല്ലേ? 6 കുറയ്ക്കണം 4. ഈ കുറയ്ക്കാനുള്ള ചിഹ്നം എന്ത് ചെയ്യുക? കുറയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ അപ്പം അതിനെന്ത് ചെയ്യുക? കൂട്ടാനാക്കുക. നമ്മൾ ഇവിടുന്നാണ് പോകുന്നത്, 6-ൽ നിന്ന് 4 കുറയ്ക്കാനാ പോകുന്നത്. ഈ വഴി ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ കുറയ്ക്കാനുള്ളതിന് എന്ത് ചെയ്തു? കൂട്ടാനാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? ഇവന്റെ ചിഹ്നം അങ്ങോട്ട് മാറ്റി കൊടുത്തു അല്ലേ. അപ്പൊ എങ്ങനെയാ ഇതിന്റെ ചിഹ്നം മാറ്റി കൊടുക്കുക എന്ന് പറയാം. ഇവിടെ നോക്കിയ 4 എന്ന് പറയുന്നത് എന്ത് നമ്പറാ? പോസിറ്റീവ് നമ്പറാണ്. 6 കുറയ്ക്കണം 4 ആണ്. 4 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പറാ. പോസിറ്റീവ് നമ്പറിന്റെ ചിഹ്നം എന്താണ്? പ്ലസ് അല്ലേ. ആ പ്ലസ് ഞാൻ എന്ത് ചെയ്തു? മൈനസ് ആക്കി കൊടുത്തു. ഇവരെവിടെയെങ്കിലും കണ്ടുപരിചയമുണ്ടോ? നോക്കി, ഇവിടെ നോക്കി, ഇതാ ഇതല്ലേ ആ സംഭവം. 1 അതിസംഖ്യയാണ് അല്ലേ. 6 എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പറാണ്. 1 എന്താണ്? നെഗറ്റീവ് നമ്പറാണ്. എന്ത് ചെയ്താൽ മതി? VC ചെയ്താൽ പോരെ. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. എത്രയാ? വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ എത്രയാ? 6-ൽ നിന്ന് 4 കുറച്ചാൽ എത്രയാ? 2. എന്നിട്ട് എന്തിന്റെ ചിഹ്നം കൊടുക്കുക? വലുതിന്റെ ചിഹ്നം കൊടുക്കുക. ആൻസർ എത്രയാ? 2 അല്ലേ? ശരിയല്ലേ? ഓക്കെ ആണോ? ഇനി നോക്കിയേ, അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. അടുത്തൊരു എക്സാമ്പിൾ കൂടി നോക്കുമ്പോൾ നമുക്ക് ശരിയാവും. ഇനി ഇവിടെ നോക്ക്, നേരെ തിരിച്ച് 4 കുറയ്ക്കണം 6 ചെയ്ത് നോക്ക്. 4 കുറയ്ക്കണം 6 എന്ന് പറയുമ്പോൾ നമ്മളെ ചക്കയുടെ കൺസെപ്റ്റ് ശരിയാണോ? 4 ചക്കയിൽ നിന്ന് 6 ചക്ക എടുത്ത് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യുക? ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക? 4-ൽ നിന്നാണ് 6 കുറയ്ക്കാൻ പറഞ്ഞത്. സോ ഏതാണ് കുറയ്ക്കേണ്ട സംഖ്യ? 6 എന്ന് പറയുന്ന സംഖ്യയാണ് കുറയ്ക്കേണ്ടത്. കുറയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണോ കുറയ്ക്കാൻ, ഇതാ കുറയ്ക്കാനുള്ള ഈ ചിഹ്നത്തിന് എന്ത് ചെയ്യുക? ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക? കൂട്ടാനാക്കുക. ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതാണ് ഒന്നും കൂടി. 4 കുറയ്ക്കണം 6 എന്നാണുള്ളത്. ഈ കുറയ്ക്കാനുള്ള ചിഹ്നം എന്ത് ചെയ്യുക? കൂട്ടാനാക്കുക. കൂട്ടാനാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ഒരു മാറ്റം കൂടി വരുത്തണം. ഇവിടെ എന്താ ചിഹ്നം ഉള്ളത് നോക്ക്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആക്കുക. ഇവിടെ എന്താ ചിഹ്നം ഉള്ളത്? 6 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ അല്ലേ. അതിന് ചിഹ്നം എന്ന് പറഞ്ഞാൽ പ്ലസ് അല്ലേ ഉണ്ടാവുക. ആ പ്ലസ് ചിഹ്നം എന്താക്കി കൊടുക്കുക? അവിടെ മൈനസ് ആക്കി കൊടുക്കുക. അപ്പൊ നോക്കിയതാ, നമ്മൾ പഴയ പഠിച്ചൊരു സാധനത്തിലേക്ക് വീണ്ടും വന്നു അല്ലേ. ഇത് പോസിറ്റീവ് നമ്പറാണ്, ഇതെന്ത് നമ്പറാണ്? നെഗറ്റീവ് നമ്പറാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? VC ചെയ്താൽ പോരെ. ഇപ്പൊ കുറയ്ക്കാൻ മാറിയിട്ട് നമ്മൾ എന്താക്കി? കൂട്ടാനാക്കിയില്ലേ. 2 സംഖ്യകൾ കൂട്ടാൻ വന്നാൽ നോക്കിയേ, 2 സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? ഒരു അതിസംഖ്യയും ഒരു ന്യൂനസംഖ്യ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് നമ്പർ ഒരു നെഗറ്റീവ് നമ്പറും കൂട്ടാൻ വന്നാൽ എന്ത് ചെയ്താൽ മതി? VC ചെയ്താൽ മതി. ഏതാണോ വലിയ സംഖ്യ, വലിയ സംഖ്യയിൽ നിന്ന് എന്ത് ചെയ്യുക?
ചെറിയ സംഖ്യ കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം കൊടുക്കുക. ഇവിടെ വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ ഏതാ? 6 അല്ലേ വരുന്നത്? ചിഹ്നം നോക്കരുത്. അപ്പോ ഓക്കെ, 6 എന്ന് പറയുന്നതിൽ നിന്ന് എത്ര കുറയ്ക്കുക? 4 കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടി? 2 കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യുക? വലുതിന്റെ ചിഹ്നമാണ് VC. വലുതിൽ നിന്ന് ചെറുത് കുറച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? വലുതിന്റെ ചിഹ്നം കൊടുത്തു. വലുതിന്റെ ചിഹ്നം ഇവിടെ എന്താക്കിയിട്ടുണ്ട്? നമ്മൾ മൈനസ് ആക്കിയിട്ടുണ്ട്. സോ നോക്കി ആൻസർ എത്രയാ? -2. ഓക്കെ ആണോ? ഇനി അടുത്തൊരു എക്സാമ്പിൾ വേണമെങ്കിൽ നോക്കിക്കോ. അടുത്തൊരു എക്സാമ്പിൾ നോക്കാൻ ഡസ്റ്റർ എടുക്കാൻ പോയതാണ്. ഒരു സെക്കൻഡ്. നോക്കേ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഏതായിരുന്നു? അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാ, -6 കുറയ്ക്കണം 4. ഞാൻ പറഞ്ഞിട്ടുണ്ട് മൈനസ് എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ മൈനസിന് എന്ത് ചെയ്തു? ഞാൻ ബ്രാക്കറ്റ് ഇട്ടു. മൈനസ് ചിഹ്നത്തിന് ബ്രാക്കറ്റ് ഇട്ടു. -6, ഈ മൈനസ് ഇതിന്റെ ആണോ? അല്ല. -6 കുറയ്ക്കണം 4 എന്നാണ്. -6ൽ നിന്ന് എത്ര കുറയ്ക്കാനാണ്? 4 കുറയ്ക്കാൻ. 6ൽ നിന്ന് 4 കുറച്ചാൽ നമുക്കറിയായിരുന്നു എത്രയാ? 2 ആയിരുന്നു. പക്ഷെ ഇവിടെ -6ൽ നിന്നാണ് എന്ത് ചെയ്യാൻ പറഞ്ഞത്? എത്രേനെ കുറയ്ക്കാനാ പറഞ്ഞത്? 4നെയാ കുറയ്ക്കാൻ പറഞ്ഞത്. 4 എന്ന് പറഞ്ഞാൽ ഏതാ നമ്പർ? നോക്കിയാ 4 എന്ന് പറഞ്ഞാൽ ഇവിടെ ചിഹ്നം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതൊരു പോസിറ്റീവ് നമ്പർ അല്ലേ? സോ നോക്കിയേ, -6 കുറയ്ക്കണം 4 -6ൽ നിന്ന് എന്ത് ചെയ്യുക? 4 കുറയ്ക്കുക എന്നാണ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? കുറയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ആ കുറയ്ക്കാനുള്ള ചിഹ്നത്തിന് എന്ത് ചെയ്താൽ മതി? കൂട്ടിയാ മതി അല്ലേ? ഞാൻ എന്ത് ചെയ്യും? അങ്ങോട്ട് മാറ്റി എഴുതാണ്. -6 ബ്രാക്കറ്റ് യൂസ് ചെയ്തു. കുറയ്ക്കണം 4. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? കുറയ്ക്കാൻ വന്നതിന് എന്ത് ചെയ്യുക? കൂട്ടാനാക്കുക. കുറയ്ക്കാൻ വന്നതിന് എന്ത് ചെയ്തു? കൂട്ടാനാക്കി. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ 4ന് എന്താണോ ചിഹ്നം അത് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ പ്ലസ് ആയിരുന്നു, ഞാൻ എന്ത് ചെയ്തു? മൈനസ് ആക്കി. എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ? നോക്കിയേ, മൈനസ് ആക്കി കഴിഞ്ഞാൽ അപ്പം എന്ത് ചെയ്തോളാം? ബ്രാക്കറ്റ് ഇട്ടോളാം. കാരണം മൈനസ് ഒറ്റയ്ക്ക് നിർത്തണ്ട. ഇപ്പൊ ഇത് കറക്റ്റ് വ്യക്തമായിട്ട് മനസ്സിലാവില്ലേ? -6 എന്ന് പറയുന്ന ഏത് സംഖ്യയാണ്? ന്യൂനസംഖ്യ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പറാണ്. -4 എന്ന് പറയുന്ന ഏത് നമ്പറാണ്? നെഗറ്റീവ് നമ്പർ അല്ലെങ്കിൽ ന്യൂനസംഖ്യയാണ്. 2 ന്യൂനസംഖ്യകൾ ഇപ്പൊ എന്ത് ചെയ്യാനാണ്? കൂട്ടാനാണ്, അല്ലാതെ എന്ത് ചെയ്യാനല്ല, കുറയ്ക്കാനല്ല. സോ നോക്കിയ 2 ന്യൂനസംഖ്യകൾ കൂട്ടാൻ അല്ലെങ്കിൽ കൂട്ടാൻ വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഉണ്ട്. എന്ത് ചെയ്തു? ആൻസർ തന്നെയല്ലേ? -6 കൂട്ടണം -4. എന്ത് ചെയ്താൽ മതി? സംഖ്യകൾ പരസ്പരം കൂട്ടിയാൽ മതി. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഉത്തരത്തിന് എന്ത് ചെയ്താൽ മതി? മൈനസ് ചിഹ്നം അല്ലേ? ആൻസറിന് എന്ത് ചെയ്യുക? നെഗറ്റീവ് അതിന് എന്ത് ചെയ്താൽ മതി? അസൈൻ ചെയ്ത് കൊടുത്താൽ പോരെ. നോക്കിയേ, -6നോട് കൂടി -4 കൂട്ടി. -6 എന്ന് പറയുന്നത് ഓൾറെഡി എവിടെയാണ്? സംഖ്യാരേഖയിൽ അല്ലെങ്കിൽ നമ്പർ ലൈനിൽ ഏത് സൈഡിലാണ്? ഇടത്തെ സൈഡിലല്ലേ? ഇടത്തെ സൈഡിനോട് കൂടി ഇടത്തെ സൈഡിലുള്ള ഒരു സംഖ്യനെ ഇടത്തെ സൈഡിലേക്ക് കൂട്ടിയാൽ എങ്ങോട്ടാ പോകുന്നത്? ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെയല്ലേ? അല്ലെങ്കിൽ ഇടത്തെ സൈഡിലേക്കല്ലേ പോവാ? ഇടത്തെ സൈഡിലേക്ക് പോവാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ച പോലെ അത് എന്ത് നമ്പർ ആയിട്ട് മാറും? ഒരു ന്യൂനസംഖ്യയായിട്ട് മാറൂലേ? അപ്പൊ എന്താ പറഞ്ഞിരുന്നത്? 2 ന്യൂനസംഖ്യകൾ കൂട്ടാൻ വന്ന എന്ത് ചെയ്താൽ മതി? പരസ്പരം സംഖ്യകൾ കൂട്ടുക. 6 4 കൂട്ടി. എത്ര കിട്ടി? ആൻസർ 10 കിട്ടി. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? മൈനസ് ചിഹ്നം കൊടുത്താൽ മതി. സോ നോക്കിയേ, -6 -4 എന്നുള്ളതിനെ എങ്ങനെ മാറ്റി എഴുതിയത്? -6 പ്ലസ് -4 ആക്കി. എങ്ങനെയാ മാറ്റിയത്? ഒന്നും കൂടി ഞാൻ എന്ത് ചെയ്യാ പറഞ്ഞുതരാം. നോക്ക്, നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്താ? -6 കുറയ്ക്കണം -4 എന്നാണ്. -6ൽ നിന്ന് 4 കുറയ്ക്കാനാ പറഞ്ഞത്. സോ 4 എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് നമ്പറാണ്. സോ നമ്മൾ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? കുറയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ അതിനെ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? ചിഹ്നം മാറ്റുക. അല്ലെങ്കിൽ ചിഹ്നം മാറ്റിയിട്ട് എന്ത് ചെയ്താൽ മതി? കൂട്ടുക. നമുക്ക് എന്ത് ചെയ്യാം? നോക്ക്, -6 എന്ന് പറയുന്ന സംഖ്യ എഴുതി. ഇവിടെ കുറയ്ക്കാനാണ്. -6 കുറയ്ക്കണം 4 അല്ലേ? സോ കുറയ്ക്കാനുള്ള ചിഹ്നം എന്ത് ചെയ്യുക? കൂട്ടുക. നമ്മളെപ്പോഴും ഇങ്ങനെയല്ല എഴുതി പോകുന്നത്. ക്രിയ ഇങ്ങോട്ടല്ല എഴുതി പോകുന്നത്, ഇങ്ങോട്ടാണ് എഴുതുന്നത്. അപ്പൊ പോകുന്ന വഴിക്ക് ആ പരിപാടികളൊക്കെ അങ്ങോട്ട് ചെയ്തിട്ട് പോവാ. എന്താ ചെയ്യേണ്ടത്? കുറയ്ക്കാനുള്ളത് എന്ത് ചെയ്തു? കൂട്ടാനാക്കി. ഇനി ഒരു പരിപാടിയും കൂടി ചെയ്യണം. അത് മറക്കരുത്. അത് നിർബന്ധമാണ്. പലരും എന്ത് ചെയ്യും? കൂട്ടിയിട്ട് അങ്ങോട്ട് പോകും. ഇവിടെ ഒന്നും ചെയ്യില്ല. കൂട്ടിയാൽ മാത്രം പോരാ. ഇവനെന്ത് ചെയ്യണം? പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ഉള്ളത് ഇവിടെ എന്താവണം? നെഗറ്റീവ് ആവണം. ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? പോസിറ്റീവ് ആക്കണം. ഇപ്പൊ നോക്കി, ഇവനെ -4 ഒറ്റയ്ക്ക് നിർത്തണോ? വേണ്ട. ഇവനെന്ത് ചെയ്യുക? ഒരു കൂട്ടിലാക്കുക. -4. -6 പ്ലസ് -4 എത്രയാ? നോക്കിയ നേരെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. 2 ന്യൂനസംഖ്യകൾ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് ആയിപ്പോ ഇതും നെഗറ്റീവ് നമ്പറാണ്, ഇതും നെഗറ്റീവ് നമ്പറാണ്. അപ്പൊ എന്തെന്താ മതി? ഇതാ 2 ന്യൂനസംഖ്യകൾ കൂട്ടാൻ വന്നാൽ എന്ത് ചെയ്താൽ മതി? സംഖ്യകൾ പരസ്പരം ആഡ് ചെയ്താൽ മതി. 6 പ്ലസ് 4 എത്രയാ? 10 ആണ്. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ന്യൂനചിഹ്നം കൊടുത്താൽ അല്ലെങ്കിൽ നെഗറ്റീവ് സൈൻ കൊടുത്താൽ മതി. ആൻസർ എത്രയാ?
ആൻസർ എത്രയാ? -10. ഓക്കെ ആണോ? എന്നാ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു എക്സാമ്പിൾ. ഓക്കെ അല്ലേ? അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കൊന്നാൽ, അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ 6ഉം 4ഉം തന്നെ കിടന്നോട്ടെ. 6ഉം 4ഉം കിടക്കുമ്പോൾ നോക്ക്, ഇതാ -6 -4. മൈനസ് വരുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് യൂസ് ചെയ്യുക. ഓക്കെ, -6ൽ നിന്ന് എത്രയാ കുറയ്ക്കാൻ പറഞ്ഞത്? -4 കുറയ്ക്കാൻ പറഞ്ഞു അല്ലേ? -6 കുറയ്ക്കണം -4 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക? നിയമം എന്താണോ പറഞ്ഞിരിക്കുന്നത്, കുറയ്ക്കാൻ വന്നാൽ അതിനെ മാറ്റണം. എന്ത് മാറ്റണം? കുറയ്ക്കാനുള്ള ചിഹ്നം മാറ്റണം. സോ നമ്മൾ എന്ത് ചെയ്തു? ക്വസ്റ്റ്യൻ എടുത്ത് എഴുതി -6 കുറയ്ക്കണം -4 ആണ്. സോ -6 കുറയ്ക്കണം -4 ഇങ്ങനെ എഴുതി. കുറയ്ക്കാനുള്ളത് ഇതല്ലേ ചിഹ്നം. ഇതിനെന്താക്കും നമ്മൾ? പ്ലസ് ആക്കി. ഇതിന് പ്ലസ് ആക്കിയാൽ മാത്രം മതിയോ? ഇനി ഇവിടെ ഏതാണോ ചിഹ്നം ഉണ്ടായിരുന്നത്, ഇവിടെ ഏതാ ചിഹ്നം ഉണ്ടായിരുന്നത്? മൈനസ് അല്ലേ? അത് ഇതാ അവിടെ മൈനസ് ഉണ്ട്, അതിനെ മൈനസ് ആക്കിയാണ് വെക്കേണ്ടത്? അല്ല, അതിനെന്ത് ചെയ്യണം? അതിന്റെ ഓപ്പോസിറ്റ് സൈൻ ഏതാണെന്ന് നോക്കുക. ആ ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുക. മൈനസ് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈൻ ഏതാണ്? പ്ലസ് ആണ്. പ്ലസ് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈൻ ഏതാണ്? മൈനസ് ആണ്. സോ ഇവിടെ മൈനസ് ഉള്ളതിന് എന്ത് ചെയ്യുക? പ്ലസ് ആക്കി അല്ലേ? ചിഹ്നം മാറ്റി. ഇത് മൈനസ് ചിഹ്നമായിരുന്നു, നെഗറ്റീവ് സംഖ്യയായിരുന്നു. അതിനെന്ത് ചെയ്തു? പോസിറ്റീവ് സംഖ്യ അല്ലെങ്കിൽ അതിസംഖ്യയാക്കി. നോക്കിയപ്പോൾ ആൻസർ എന്താ? -6 കൂട്ടണം -4. ഇതിന്റെ അർത്ഥം എന്താ? ഇത് ഏത് നമ്പറാ? ഈ -6 എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പർ അല്ലെങ്കിൽ ന്യൂനസംഖ്യയാണ്. ഈ +4 എന്ന് പറയുന്നത് ഏതാണ്? പോസിറ്റീവ് നമ്പർ അല്ലെങ്കിൽ അതിസംഖ്യയാണ്. എന്ത് ചെയ്യാനാ ഇപ്പൊ വന്നിരിക്കുന്നത്? കുറയ്ക്കാനല്ല. ഇപ്പൊ എന്ത് ചെയ്യാനാണ്? കൂട്ടാനാ വന്നിരിക്കുന്നത്. നോക്കിയേ, ഒരു നെഗറ്റീവ് നമ്പർ ഒരു പോസിറ്റീവ് നമ്പർ, ഒരു നെഗറ്റീവ് നമ്പർ ഒരു പോസിറ്റീവ് നമ്പറും എന്നാൽ എന്താ ചെയ്യുക? നമ്മൾ എന്താ ചെയ്യുക? VC അല്ലേ? അതായത് വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം കൊടുക്കുക. ഇവിടെ വലിയ സംഖ്യ ഏതാ? 4 ആണോ 6 ആണോ? അല്ലേ? 6 അല്ലേ? 6ൽ നിന്ന് എത്ര കുറയ്ക്കുക? 4 കുറച്ചു. 6ൽ നിന്ന് 4 കുറച്ചാൽ കിട്ടുന്നത് എത്രയാ? 2 ആണ്. 2ന്റെ ചിഹ്നം അല്ല, സോറി, 6ന്റെ ചിഹ്നം. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. വലുതിൽ നിന്ന് എന്ത് ചെയ്തു? ചെറുത് കുറച്ചു. അപ്പൊ എത്ര കിട്ടി? 2 കിട്ടി. കുറച്ചാൽ മാത്രം മതിയോ? എന്നിട്ട് എന്ത് ചെയ്യണം? വലുതിന്റെ ചിഹ്നമാണ്. വലുതിന്റെ ചിഹ്നം ഏതാ? മൈനസ് ആണ്. സോ ആൻസർ എത്രയാ? -2. റെഡിയാണോ? അല്ലേ? ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കോ. അടുത്തൊരു എക്സാമ്പിൾ ഇതാ. അടുത്തൊരു എക്സാമ്പിൾ 6 കുറയ്ക്കണം -4. നോക്കിയാൽ മൈനസ് ചിഹ്നം വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു? അതിനെ ബ്രാക്കറ്റിലാക്കി. എപ്പോഴും ശ്രദ്ധിച്ചോളൂ കേട്ടോ, നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. മൈനസ് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എല്ലാവരും എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് യൂസ് ചെയ്ത് പഠിക്കുക. സോ ഇവിടെ നോക്ക്, 6 കുറയ്ക്കണം -4 ആണ്. 6ൽ നിന്ന് എത്ര കുറയ്ക്കാനാണ്? -4 കുറയ്ക്കാനാണ്. സോ 6 കുറയ്ക്കണം -4. നമ്മൾ എങ്ങനെ മാറ്റി എഴുതുക? അല്ലേ? കുറയ്ക്കാനുള്ളതിന് എന്ത് ചെയ്യും? കൂട്ടാനാക്കും. സോ ക്വസ്റ്റ്യൻ എഴുതുക 6 -4 എന്ന് ക്വസ്റ്റ്യൻ എഴുതി. കുറയ്ക്കാനുള്ള ചിഹ്നം ഇതാണ് അല്ലേ? ഇതല്ലേ ചിഹ്നം? അതിനെന്ത് ചെയ്തു? കൂട്ടാനാക്കി. അത്ര മാത്രം മതിയോ? ഇല്ല, നമ്മൾ ഇങ്ങനെ പോവാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ ഇതാ ഒരു മൈനസ് കിടക്കുന്നുണ്ട്. ആ മൈനസിന് എന്ത് ചെയ്യണം? മൈനസ് ആണെങ്കിൽ അതെന്താക്കുക? പ്ലസ് ആക്കുക. പ്ലസ് ആണെങ്കിൽ അതെന്താക്കുക? മൈനസ് ആക്കുക. സോ ഇവിടെ നോക്കി, ഞാൻ അതിനെന്താക്കി? പ്ലസ് ആക്കി. സോ ഇവിടെ നോക്കിയേ, ഇത് ഏത് സംഖ്യകളാ? 6 എന്ന് പറയുന്നതും 4 എന്ന് പറയുന്നതും. ഇത് ന്യൂനസംഖ്യയാണോ? ഇത് ന്യൂനസംഖ്യയാണോ? അല്ല. ഇത് ഏത് സംഖ്യയാണ്? പോസിറ്റീവ് നമ്പർ അല്ലെങ്കിൽ അതിസംഖ്യ അല്ലേ? പക്ഷെ ഇവിടെ ചിഹ്നം ഉണ്ടോ? ചിഹ്നം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് എന്ത് സംഖ്യ തന്നെയാണ്? പോസിറ്റീവ് നമ്പർ ആണ്. സോ ഇത് അതിസംഖ്യ അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പർ ആണ്. ഇത് നോക്കി, ഓൾറെഡി ഇവിടെ പോസിറ്റീവ് ചിഹ്നം വെണ്ടയ്ക്ക അക്ഷരത്തിൽ കാണുന്നുണ്ട് അല്ലെ? അപ്പൊ ഇത് ഓൾറെഡി എന്ത് സംഖ്യയാണ്? പോസിറ്റീവ് സംഖ്യയാണ് അല്ലെങ്കിൽ അതിസംഖ്യയാണ്. സോ 2 അതിസംഖ്യകളല്ലേ? എന്ത് ചെയ്യാനാ വന്നിട്ടുള്ളത്? കൂട്ടാനല്ലേ? 2 അതിസംഖ്യകൾ കൂട്ടാൻ വന്നാൽ എന്താണ് ആൻസർ? പ്ലസ് തന്നെയല്ലേ? സംഖ്യകൾ പരസ്പരം കൂട്ടിയാ പോരെ? 6 + 4 എത്രയാ? 10 അല്ലേ? ചിഹ്നം എന്തായിരിക്കും? +10. ചിഹ്നം ഇട്ടാലിട്ടില്ലെങ്കിലും എന്തില്ല, കുഴപ്പമില്ല. ആൻസർ നോക്കിയേ 10. ഓക്കെ, അപ്പൊ 2 സംഖ്യകൾ കുറയ്ക്കാൻ വന്നാൽ അപ്പൊ എപ്പോഴും എളുപ്പമല്ലേ? കുറയ്ക്കാൻ വരുന്നതാണ് ഏറ്റവും എളുപ്പം. കുറയ്ക്കാൻ വന്നാൽ എന്ത് ചെയ്യുക? നേരെ അതിനെ കൂട്ടാനാക്കിയിട്ട് ചിഹ്നം മാറ്റും. കുറയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? നേരെ അതിനെന്ത് ചെയ്യുക? ചിഹ്നം മാറ്റും. അല്ല, കൂട്ടാനാക്കുക. കുറയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ കൂട്ടാനാക്കിയിട്ട് അതിനെന്ത് ചെയ്യുക? ചിഹ്നം മാറ്റും. ഓക്കെ, സോ ഇവിടെ നമുക്ക് ജനറൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനും കൂടി, ഒന്നും കൂടി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വരെ. ഒരു എക്സാമ്പിൾ, ഏതെങ്കിലും 2 സംഖ്യകൾ എടുത്തിട്ട് അതിന്റെ എക്സാമ്പിൾ എടുക്കുക. ഞാനിത് ഒന്ന് മാറ്റി വരയ്ക്കട്ടെ. ഓക്കെ, ഇത് നമുക്ക് എപ്പോഴും ആവശ്യമുണ്ട്. ഇത് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെക്കും.
പോസിറ്റീവ് അതിസംഖ്യയും കൂട്ടിയാൽ, അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പറും കൂട്ടിയാൽ എപ്പോഴും എന്ത് നമ്പറാണെന്ന് എഴുതുക? പോസിറ്റീവ് തന്നെ ആയിരിക്കും. നെഗറ്റീവും കൂട്ടിയാൽ, അല്ലെങ്കിൽ ന്യൂനസംഖ്യയും കൂട്ടിയാൽ എപ്പോഴും എന്ത് നമ്പറാ? ന്യൂനസംഖ്യ അല്ലേ? അല്ലേ? ഇനി എന്താ, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? അല്ലെങ്കിൽ ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? എപ്പോഴും വ്യക്തമായിട്ടുള്ള ആൻസർ പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് എന്ത് പറയാം? VC എന്ന് പറയാം. എന്താ VC എന്ന് പറഞ്ഞാൽ? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. ഏതാണോ വലിയ സംഖ്യ അതിൽ നിന്ന് എന്ത് ചെയ്യുക? ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കുക. സോ നമുക്ക് കുറയ്ക്കുന്ന സമയത്തും ഇതാ ഈ ഒരാളെ കുറിച്ച് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. സോ ആദ്യം ഇത് നല്ലോണം വ്യക്തമായിട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യുക? ഇതിലേക്ക് വരിക. ഇത് പഠിക്കാതെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മേലോട്ട് നോക്കിയിരിക്കാൻ തന്നെ വേണ്ടി വരും. ഓക്കെ, സോ നോക്കിയൊരു എക്സാമ്പിൾ, 2 സംഖ്യകൾ എടുക്കുക. ഏതെങ്കിലും 2 സംഖ്യകൾ 5ഉം 10 കൊടുക്കുക അല്ലെ? കുറച്ച് എളുപ്പമാണത്. സോ 5ഉം 10 കൊടുത്തു. 10, 5. ഒരുപാട് രീതിക്ക് നമുക്ക് എഴുതാം. ഫസ്റ്റത്തെ ഒരു എക്സാമ്പിൾ നോക്കിക്കോ. നിങ്ങൾ എക്സാമ്പിൾ എഴുതുമ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. എക്സാമ്പിൾ എഴുതുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഏതെങ്കിലും 2 സംഖ്യകൾ എടുക്കുക. ഏതെങ്കിലും 2 സംഖ്യകൾ എടുത്തിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതിനെന്ത് ചെയ്യുക? 10 മൈനസ് 5 അല്ലേ? 10 കുറയ്ക്കണം 5. രണ്ടാമത് എന്ത് ചെയ്യാം? 10 കുറയ്ക്കണം -5. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ. മൈനസ് എഴുതുമ്പോൾ എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് യൂസ് ചെയ്യുക. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? -10 കുറയ്ക്കണം -5. മൂന്നാമത്തെ. നോക്കി, ഇതൊക്കെ കൺഫ്യൂഷൻ ആവും ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ. നോക്കിപ്പോൾ ബ്രാക്കറ്റ് ഇടുന്ന സമയത്ത് വ്യക്തമായിട്ട് -10 കുറയ്ക്കണം -5. അതാണ് ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നാലാമത്തെ എന്ത് ചെയ്യുക? നാലാമത്തെ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. -10 കുറയ്ക്കണം 5 എന്ന് എഴുതാം. ഇവിടെ നോക്കിയ ബ്രാക്കറ്റ് യൂസ് ചെയ്യേണ്ട ഇതിനാണ് -10നാണ്. ഇതാണ് ന്യൂനസംഖ്യ എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക? നേരെ നമുക്ക് എന്ത് ചെയ്യുക? ക്രിയ എഴുതി പോവാം. അപ്പോൾ കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലാവും. സോ ഫസ്റ്റത്തെ എക്സാമ്പിൾ, 10 കുറയ്ക്കണം 5. എന്താണ് അതിൻ്റെ അർത്ഥം? 10ൽ നിന്ന് 5 കുറയ്ക്കുക എന്നാണ്. 10ൽ നിന്ന് 5 കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നോക്കിയേ, 10 കുറയ്ക്കണം 5. കുറയ്ക്കാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്താൽ എന്താ പറഞ്ഞത്? കുറയ്ക്കാനുള്ള ചിഹ്നത്തിന് എന്ത് ചെയ്യുക? കൂട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഏത് സംഖ്യയാണോ കുറയ്ക്കുന്നത് അതിന്റെ ചിഹ്നം എന്ത് ചെയ്യുക? മാറ്റുക. ഇവിടെ ഏത് സംഖ്യ കുറയ്ക്കുന്നത്? 5ൽ നിന്ന് 10 കുറയ്ക്കുന്നത്? 10ൽ നിന്ന് 5 കുറയ്ക്കുന്നത്? വായിക്കുന്ന എങ്ങനെയാ? 10 കുറയ്ക്കണം 5 എന്നല്ലേ? 10ൽ നിന്ന് എത്രയാ കുറയ്ക്കുന്നത്? 5 കുറയ്ക്കുന്നത്. 5 എന്ന് പറയുന്നത് ഏതാ സംഖ്യ? നോക്കുക, ഏതാ സംഖ്യ? പോസിറ്റീവ് സംഖ്യയാണ്. സോ അതിന്റെ ചിഹ്നം എന്താക്കണം? നെഗറ്റീവ് ആക്കണം. നോക്ക്, ചെയ്തു നോക്ക്. 10 കുറയ്ക്കണം 5 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? 10 കുറയ്ക്കണം 5. ഈ കുറയ്ക്കാനുള്ള ചിഹ്നം നമ്മൾ എന്ത് ചെയ്യും? കൂട്ടാനാക്കി. അത്ര മാത്രമേ ഉള്ളോ? ഇല്ല, ഈ 5ന്റെ ചിഹ്നം മാറ്റണം. 5ന്റെ ചിഹ്നം ഇവിടെ എന്താണ്? പ്ലസ് ആണത്. നമ്മൾ എന്ത് ചെയ്തു? മൈനസ് ആക്കി. സോ ആൻസർ നോക്കിയേ എത്രയായിരിക്കും? ഇതിപ്പോൾ കൂട്ടാനുള്ളതിലോ? ഇവിടെ നോക്കുക, ഇവിടെ നോക്കുമ്പോൾ ഇത് ഏതിലാണ് വരുന്നത്? ഇതാ ഇവനല്ലേ? ഈ ഒരു കാറ്റഗറി അല്ലേ വരുന്നത് അല്ലേ? ഫസ്റ്റത്തെ ആള് പോസിറ്റീവ് അല്ലെങ്കിൽ അതിസംഖ്യയാണ്. രണ്ടാമത്തെ ആൾ എന്ത് സംഖ്യയാണ്? ന്യൂനസംഖ്യയാണ്. ഇവനിങ്ങനെ നിർത്തിയാൽ മതിയോ? പോരാ. എന്ത് ചെയ്യുക? അപ്പം തന്നെ ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. ബ്രാക്കറ്റ് കൊടുക്കുമ്പോൾ നോക്കിയാൽ 10 കൂട്ടണം -5. ഒരു അതിസംഖ്യേൻ്റെ കൂടെ എന്ത് ചെയ്യാൻ വന്നു? ഒരു ന്യൂനസംഖ്യ കൂട്ടാൻ വന്നു. അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് നമ്പറിൻ്റെ കൂടെ എന്ത് വന്നു? ഒരു നെഗറ്റീവ് നമ്പർ കൂട്ടാൻ വന്നു. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന റൂൾ എന്താ? VC അല്ലേ? VC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നമാണ്. ഏതാണ് വലിയ സംഖ്യ എന്ന് പറയുന്നത്? ഏതാ വലിയ സംഖ്യ? ഇതാ ഇവനല്ലേ വലിയ സംഖ്യ. 10ൽ നിന്ന് എത്ര കുറയ്ക്കുക? 5 കുറയ്ക്കുക. 5 കുറയ്ക്കുന്ന സമയത്ത് എത്ര കിട്ടുക? 10 കുറയ്ക്കണം 5 എത്രയാ? 5. എന്നിട്ട് ഏതിന്റെ ചിഹ്നമാണ്? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം വേണ്ടത്. വലുത് എന്ന് പറയുന്നത് 10 അല്ലേ? 10ന്റെ ചിഹ്നം ഇവിടെ എന്താ? പ്ലസ് അല്ലേ? നമുക്ക് പ്ലസ് ഇടണമെങ്കിൽ പ്ലസ് ഇടാം, ഇല്ലെങ്കിൽ വേണ്ട. എന്ത് ചെയ്താലും ആൻസർ എന്താണ്? പോസിറ്റീവ് 5. ക്ലിയർ ആണോ? അല്ലേ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 10 കുറയ്ക്കണം -5. 10ൽ നിന്ന് എത്രയാ കുറയ്ക്കാൻ പറഞ്ഞത്? 5 അല്ല കുറയ്ക്കാൻ പറഞ്ഞത്. എത്രയാ കുറയ്ക്കാൻ പറഞ്ഞത്? -5 കുറയ്ക്കാൻ പറഞ്ഞത്. സോ നമ്മൾ ക്വസ്റ്റ്യൻ എഴുതാം. ക്വസ്റ്റ്യൻ അതേപോലെ എഴുതി വെക്കുക എല്ലാവരും. ഇത് എഴുതി -5 എഴുതി. ഞാൻ ബുക്ക് നോക്കുന്ന സമയത്ത് എനിക്ക് ഇതേപോലെ ഇതേ സ്റ്റെപ്പ് ഉണ്ടാവണം കേട്ടോ. അല്ലാതെ ഇങ്ങനെ 10 കുറയ്ക്കണം 5 5 അല്ലേ? -10 അല്ല, 10 കുറയ്ക്കണം -5 15. ഇങ്ങനെ ആൻസർ ഉണ്ടായാൽ വലിച്ചു കീറും ഞാൻ നോട്ട്ബുക്ക്. വ്യക്തമായിട്ട് ഓരോ സ്റ്റെപ്പും കോൺസെപ്റ്റ് വൈസ് എന്താണോ എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതിക്കൊള്ളുക.
ഷോർട്ട് കട്ടിനൊക്കെ സമയമുണ്ട്. വലിയ വലിയ എക്സാമുകൾക്കൊക്കെ പഠിക്കുന്ന സമയത്ത് എന്ത് മതി, മാത്സിൻ്റെ ഷോർട്ട് കട്ടുകൾ മതി. ഇപ്പോഴൊന്നും ഷോർട്ട് കട്ടിൻ്റെ ആവശ്യമില്ല. എന്തൊക്കെയാണോ വഴികൾ എഴുതേണ്ടത്, എന്തൊക്കെയാണോ സ്റ്റെപ്പ് എഴുതേണ്ടത്, എല്ലാ സ്റ്റെപ്പും എന്തിടുക, എഴുതിയിട്ട് എന്ത് ചെയ്യുക, കണക്ക് എഴുതിക്കോളുക. സ്റ്റെപ്പ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ പിന്നെ 1000 തവണ ഞാൻ എഴുതിപ്പിക്കും എന്ന് പറഞ്ഞാൽ എഴുതിപ്പിക്കും. സോ സിൻസിയറായിട്ട് ചെയ്തോളാം കാര്യങ്ങൾ കേട്ടോ. സോ ഇവിടെ നോക്കിയേ, നമ്മൾ എന്ത് ചെയ്തു, ക്വസ്റ്റ്യൻ ഇതാ വീണ്ടും എടുത്തെഴുതി. ഇവനെങ്ങനെ നിർത്താൻ പറ്റുമോ, 5നെ നിർത്താൻ പറ്റുമോ? കാരണം എന്താ, ന്യൂനസംഖ്യ അല്ലേ. നമ്മൾ എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് യൂസ് ചെയ്ത് കൊടുത്തു, അവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇനി എന്ത് ചെയ്യാനാ പറഞ്ഞത്, 10 കുറയ്ക്കണം -5 ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു കുറയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, കുറയ്ക്കാനുള്ള ചിഹ്നത്തിനെ കൂട്ടാനാക്കിയാൽ മതി. അപ്പൊ കുറയ്ക്കാനുള്ള ചിഹ്നം ഞാൻ എന്ത് ചെയ്തു, കൂട്ടാനാക്കി. അത് മാത്രം മതിയോ? ഇല്ല, ഇനി ഇവിടെ ഒരാളെയും കൂടി മാറ്റം വരുത്തണം. ഇതിവിടെ എന്താണോ ചിഹ്നം അത് മാറ്റി കൊടുക്കും. ഇവിടെ മൈനസ് അല്ലേ, ആ മൈനസ് ഞാൻ എന്ത് ചെയ്തു, പ്ലസ് ആക്കി കൊടുത്തു. ഓക്കെ, ഇപ്പൊ നോക്കിയ ആൻസർ എന്താ, ഇപ്പൊ സംഖ്യകളൊക്കെ മാറി അല്ലേ, കണക്കും മാറി. കുറയ്ക്കാൻ വന്നപ്പോ നമ്മൾ എന്ത് ചെയ്യും, കൂട്ടാനായി ആൾക്കാർ. ഇത് ഏത് സംഖ്യടാ, ഇത് ഏത് സംഖ്യ, പോസിറ്റീവ് സംഖ്യ അല്ലേ, ചിഹ്നം എന്താ, പ്ലസ് അല്ലേ. ഇത് നോക്കിയ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ കിടക്കുന്നുണ്ട്, ഇതിന്റെ ചിഹ്നം ഏതാ, പ്ലസ് ആണ്. അപ്പൊ ഇത് എന്ത് സംഖ്യയാണ്, പോസിറ്റീവ് സംഖ്യയാണ്. അപ്പൊ ഇതിൽ ഏത് ഗ്രൂപ്പിലേക്കാവാൻ പോവാ, അല്ലെ ഏറ്റവും ഫസ്റ്റ് ഉള്ള ഗ്രൂപ്പിലേക്കല്ലേ. പോസിറ്റീവ് സംഖ്യയും കൂട്ടി ആൻസർ തന്നെയായിരിക്കും പോസിറ്റീവ് സംഖ്യ. എത്രയാ, 10 കൂട്ടണം 5, എത്രയാ, സംഖ്യകൾ പരസ്പരം കൂട്ടുക, 10ഉം 5ഉം എത്രയാ, 15. നമുക്ക് ചിഹ്നം വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്ലസ് ഇടാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ആവശ്യമില്ല. കാര്യം മനസ്സിലായോ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യാതെ അങ്ങോട്ട് എഴുതുന്നത്, ഇവനെയാണ് എഴുതുന്നത് കേട്ടോ. -10 കുറയ്ക്കണം. ക്വസ്റ്റ്യൻ എടുത്തെഴുതുക, ക്വസ്റ്റ്യൻ ആദ്യമേ എടുത്തെഴുതുക. എല്ലാവരും ശ്രദ്ധിച്ചോളൂ എങ്ങനെയാ എഴുതേണ്ടതെന്നുള്ളത്. ക്വസ്റ്റ്യൻ എടുത്തെഴുതുക. രണ്ടും മൈനസ് ചിഹ്നം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കളർ മാറ്റി എഴുതുക. രണ്ടും മൈനസ് ചിഹ്നം ആയതുകൊണ്ട് അതിനെന്ത് ചെയ്യുക, ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഇടണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ആ കൺഫ്യൂഷൻ ആയല്ലോ, എൻ്റെ ദൈവമേ. ഓക്കെ അല്ലേ, -10 എന്ന് പറഞ്ഞാൽ ന്യൂനസംഖ്യയാണ്. ഞാൻ അവനെന്താ ചെയ്തു, കൂട്ടിലാക്കി. -5 എന്ന് പറയുന്നത് എന്താ, കൂട്ടിലാക്കി. ഇപ്പൊ നോക്കിയേ, കാണുമ്പോൾ തന്നെ ഒരു ഇല്ലേ, ഒരു ഇംകൃതി വരുന്നില്ലേ. എന്താണ്, -10 കുറയ്ക്കണം -5. -10ൽ നിന്ന് എന്ത് ചെയ്യാനാണ്, -5 കുറയ്ക്കാനാണ്. അപ്പൊ കുറയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, കുറയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ ആളെന്താക്കണം, കൂട്ടാനാക്കണം. കുറയ്ക്കാനുള്ള സംഖ്യ അല്ല, കുറയ്ക്കാനുള്ള ചിഹ്നം എന്ത്, ഓപ്പറേഷൻ നമ്മൾ മാറ്റി കൂട്ടാനാക്കി. അത് മാത്രം മതിയോ? ഇല്ല, രണ്ടാമത് കിടക്കുന്ന സംഖ്യ ഒരിക്കലും ഇങ്ങോട്ടല്ല വരേണ്ടത് കേട്ടോ. ഇവിടെ കൊണ്ടുപോയിട്ട് എന്താക്കരുത്, പ്ലസ് ആക്കരുത്. നമ്മൾ ഇങ്ങോട്ടാ പോകുന്നത്, മുന്നോട്ട് പോകുമ്പോൾ ബാക്കോട്ട് വന്നിട്ട് അതിനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എങ്ങോട്ടാണോ പോകുന്നത് ആ വഴിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, സെറ്റപ്പ് ആക്കിയിട്ട് അങ്ങ് പോവുക. നമ്മൾ എന്ത് ചെയ്തു, പോകുന്ന സമയത്ത് ഇത് അവിടെ മൈനസ് ആയിരുന്നു, മൈനസിന് എന്ത് ചെയ്തു, പ്ലസ് ആക്കി. ഇതാ ഇവിടെയും മൈനസ് ഉണ്ട് അല്ലേ, മൈനസ് ആണെങ്കിൽ അതിനെ എന്താക്കണം, പ്ലസ് ആക്കണം. സോ അതും പ്ലസ് ആക്കി. സോ ഇവിടെ നോക്കി ആൻസർ എന്താ, -10 കൂട്ടണം +5 എന്നാ. ഇത് ഏതിലേക്കാ പോവാ, ഇവിടെയുള്ള കാറ്റഗറിയിൽ ഏത് കാറ്റഗറിയിലേക്കാ പോവാ നോക്കിയാ, ലാസ്റ്റത്തെ കാറ്റഗറിയിലേക്കാ പോകുന്നത്. ഒരു ന്യൂനസംഖ്യ അല്ലേ, നെഗറ്റീവ് നമ്പർ അല്ലേ, ചിഹ്നം എന്തുകൊണ്ടാ, മൈനസ് അല്ലേ. ഇനി ഇവിടെ നോക്കി, ഇതെന്ത് സംഖ്യ, പോസിറ്റീവ് സംഖ്യയാണ്. കാരണം എന്താ, ഇതിന്റെ സൈൻ എന്തായി മാറി, പ്ലസ് ആയി മാറി. ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും വന്നാൽ നമ്മൾ എന്താ റൂള്, VCK അല്ലേ. VC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് എന്താ, വലുതിന്റെ ചിഹ്നം കൊടുക്കുക. സോ VC വലുതേതാ, സംഖ്യേതാ, വലിയ സംഖ്യേതാ, 10 അല്ലേ. ചിഹ്നം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ, വേണ്ട. VC അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചിഹ്നം നോക്കരുത്. ഏതാണോ കണ്ടാ വലിപ്പം തോന്നുന്നത് അവനെ എടുക്കുക. 5 ആണോ 10 ആണോ വലുത്, 10 അല്ലേ വലുത്. സോ 10ൽ നിന്ന് എത്ര കുറയ്ക്കുക, 5 കുറയ്ക്കുക. വലുതിൽ നിന്ന് എന്ത് ചെയ്തു, ചെറുത് കുറച്ചു. വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് ഞാനിവിടെ എഴുതി. മതിയോ, കഴിഞ്ഞോ, കണക്ക് കഴിഞ്ഞോ? ഇല്ല, വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ പിന്നെ എന്തുണ്ട്, വലുതിന്റെ ചിഹ്നം കൊടുക്കണം അല്ലേ. വലുതിന്റെ ചിഹ്നം ഇവിടെ ഏതാ, മൈനസ് ആണ്. സോ ഇവിടെ ആൻസർ കൊടുത്തു -5. ഓക്കെ ആണോ അല്ലേ. എന്നാ അടുത്ത ക്വസ്റ്റ്യനും കൂടി നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ അവിടെ ഉണ്ട്, എന്താണ്, -10. ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുക, വീണ്ടും പറയാണ്. -10 കുറയ്ക്കണം 5 ആണ്. -10 അങ്ങനെ നിർത്താൻ പറ്റുമോ, ഇല്ല. കാരണം മൈനസ് ചിഹ്നം വന്നതുകൊണ്ട് അവൻ എന്ത് ചെയ്യുക, ബ്രാക്കറ്റിലാക്കുക. സോ -10 കുറയ്ക്കണം 5 എന്നാണ്. 5 എന്ന് പറഞ്ഞാൽ ഏതാ നമ്പർ, വായിക്കുമ്പോൾ തന്നെ ഏതാ നമ്പർ എന്നുള്ളത് മനസ്സിലാവും, എന്നാലായി കണക്ക് ചെയ്യാൻ എളുപ്പമാവുക കേട്ടോ. -10 കുറയ്ക്കണം 5. -10 എന്ന് പറയുന്നത് ന്യൂനസംഖ്യയാണെന്ന് അറിയാം. 5 എന്ന് പറയുന്നത് ഏത് സംഖ്യയാണെന്നറിയാം,
അതിസംഖ്യയാണെങ്കിൽ എന്നറിയാം, അതായത് പോസിറ്റീവ് നമ്പർ ആണെന്നറിയാം. സോ നമ്മൾ ഓപ്പറേഷൻ എന്തായിരുന്നു, എങ്ങനെയാ ചെയ്യേണ്ടത് നോക്കി, ഇവിടെയൊക്കെ പ്ലസ് ആക്കിയില്ലേ, അതേപോലെ കുറയ്ക്കാൻ വന്നവൻ എന്ത് ചെയ്യണം, കൂട്ടാനാക്കണം. സോ കൂട്ടാനാക്കി. ഇത് ഇങ്ങോട്ടല്ലേ നമ്മൾ പോകുന്നത്, ഇങ്ങോട്ടാണ് വരുന്നത്, അല്ല നമ്മൾ ക്രിയ ചെയ്ത് അങ്ങനെ പോവാണ്. സോ അവനെ കൂട്ടാനാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ടല്ലോ, എന്താ, ഇവന്റെ ചിഹ്നം എന്താണോ അതിന് മാറ്റണം. ഇവന്റെ ചിഹ്നം എന്താ, പ്ലസ് ആയിരുന്നു അല്ലേ, പ്ലസ് അല്ലേ. ഓക്കെ, -10 കുറയ്ക്കണം 5 എന്നാണ്. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് സംഖ്യ, അതിസംഖ്യ അല്ലേ. സോ അതിസംഖ്യയാണെങ്കിൽ അതിന്റെ ചിഹ്നം എന്തായിരിക്കും, പ്ലസ് ആയിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്തു, മൈനസ് ആക്കിയപ്പോൾ അവൻ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടോ, ഇല്ല, അവൻ എന്ത് ചെയ്യുക, വേഗം ബ്രാക്കറ്റിലാക്കും. സോ നോക്കിയേ, -10 കൂട്ടണം -5 അല്ലേ. -10 കൂട്ടണം -5 എന്ന് പറഞ്ഞാൽ ഇത് ഏത് കാറ്റഗറിയിലേക്കാ പോവാ, ഇവിടെ നോക്കുക, രണ്ടും ന്യൂനസംഖ്യകളാണ്, ഇതാ ഇവരിലേക്കല്ലേ പോവാ. -10 എന്ന് പറയുന്നത് ന്യൂനസംഖ്യയാണ്, -5 എന്ന് പറയുന്നത് എന്ത് സംഖ്യയാണ്, ന്യൂനസംഖ്യയല്ലേ. സോ രണ്ട് ന്യൂനസംഖ്യകൾ എന്ത് ചെയ്യാനാ, തൊണ്ടയ്ക്ക് പോയി, അയ്യോ, -10 കൂട്ടണം -5 രണ്ട് ന്യൂനസംഖ്യകളാണ്, എന്ത് ചെയ്താൽ മതി, ന്യൂനസംഖ്യ തന്നെ കിട്ടുക അല്ലെ. ഇടത്തെ സൈഡിലുള്ള ഒരു സംഖ്യന്റെ കൂടെ നെഗറ്റീവ് സൈനുള്ള സംഖ്യ അല്ലെങ്കിൽ ഇടത്തെ സൈഡിലുള്ള ഒരു സംഖ്യ കൂട്ടിയാൽ എങ്ങോട്ടേ പോവുള്ളൂ, ഏത് സൈഡിലേക്കേ പോവുള്ളൂ, ഇടത്തെ സൈഡിലേക്കല്ലേ പോവുള്ളൂ. സോ ഇവിടെ നോക്കിയേ, -10 കൂടെ -5 കൂട്ടി, ആൻസർ എത്ര, സംഖ്യകൾ പരസ്പരം കൂട്ടുക അല്ലെ. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടില്ലേ, രണ്ട് ന്യൂനസംഖ്യകൾ കൂട്ടാൻ വന്നാൽ എന്ത് ചെയ്താൽ മതി, സംഖ്യകൾ പരസ്പരം കൂട്ടിയിട്ട് ഉത്തരത്തിന് ഏത് ചിഹ്നം കൊടുക്കുക, ഏത് ചിഹ്നം, മൈനസ് ചിഹ്നം കൊടുക്കാനാണ്. സോ സംഖ്യകൾ കൂട്ടി 10 5 എത്രയാ, 15 എന്ന് എഴുതി, എന്നിട്ട് ഏത് ചിഹ്നം കൊടുത്തു, മൈനസ് ചിഹ്നം കൊടുത്തു. ഓക്കെ ആണോ, കുറയ്ക്കാനുള്ളത് ഓക്കെ ആണോ അല്ലേ. ഒറ്റ കാര്യമുള്ളൂ, എന്ത് ചെയ്താൽ മതി, കുറയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, കുറയ്ക്കാനുള്ളതിന് എന്ത് ചെയ്യുക, കൂട്ടാനാക്കുക. അടുത്ത സെക്ഷനിൽ എന്തിനെയാണോ കുറയ്ക്കുന്നത് അതിന്റെ ചിഹ്നം ഏതാണെന്ന് നോക്കുക, അത് മാറ്റി കൊടുക്കുക. ഓക്കെ അല്ലേ. ഒരു എക്സാമ്പിൾ കൂടി വേണമെങ്കിൽ പറയാം. ഇതാ ഏത് എക്സാമ്പിൾ, ഇത് വേണമെങ്കിൽ എഴുതിയെടുക്കുക കേട്ടോ. ഈ എക്സാമ്പിൾസ് ഒക്കെ നോട്ടിൽ കറക്റ്റ് എഴുതിയെടുക്കുക. ഹെഡിങ്ങുകൾ ഇല്ലേ, മെറ്റീരിയൽ ഇല്ലേ, ഈ ഒരു ഹെഡിങ് ഇല്ലേ, ഈ ഒരു ഹെഡിങ് നോക്കിയിട്ട് അതിന്റെ ഓപ്പറേഷൻ എന്താ, ഡെഫിനിഷൻ എന്തൊക്കെയാ, അല്ലെങ്കിൽ എങ്ങനെയാ എഴുതേണ്ടതെന്നുള്ള എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ എക്സാമ്പിൾസ് ഒക്കെ വേണമെങ്കിൽ എഴുതി വെച്ചോളാം നോട്ട്ബുക്കിൽ. ഓക്കെ, കറക്റ്റ് സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പ് നിർബന്ധമായിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പ് ഇല്ലാതെ ഡയറക്റ്റ് ഇതായി ഇങ്ങനെ ആൻസർ എഴുതി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എങ്ങാനും ആരെങ്കിലും നോട്ട്ബുക്കിൽ ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ മൊത്തം എഴുതിക്കും. എത്ര ക്വസ്റ്റ്യൻ ആണോ എഴുതിച്ചിട്ടുള്ളത് അതിന്റെ 10 ഇരട്ടി ക്വസ്റ്റ്യൻ ഞാൻ എന്ത് ചെയ്യും, ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഇരുത്തി എഴുതിപ്പിക്കും കേട്ടോ. സോ എന്താണോ പറഞ്ഞത് കറക്റ്റ് അതന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 ക്വസ്റ്റ്യൻ, ഒരു 2 സെക്ഷനും കൂടി, ഒരു 2 നമ്പേഴ്സും കൂടി എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒരു 2 നമ്പർ എടുക്കുക. 10 5 കുറച്ച് എളുപ്പമായിരുന്നു, നമുക്ക് കുറച്ച് വലിയ സംഖ്യകൾ അല്ലെങ്കിൽ എടുത്തു നോക്കാം. അല്ലെങ്കിൽ വേണ്ട, വലിയ സംഖ്യകൾ കൺഫ്യൂഷൻ ആവും, വേണ്ടു നിങ്ങൾക്ക് ചെറുതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഒരു 8ഉം 4ഉം തന്നെ കിടന്നോട്ടെ അല്ലേ. 4ന്റെ ഇരട്ടിയാണ് എന്ത്, 8. 8 4 കൊടുക്കാം നമുക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 കുറയ്ക്കണം 4. രണ്ടാമത്തെ ക്വസ്റ്റ്യനോ 4 കുറയ്ക്കണം 8. മൂന്നാമത്തെ ക്വസ്റ്റ്യനോ നോക്കിക്കോ, ഇവിടെ ചിഹ്നം മാറ്റുക, -4 കുറയ്ക്കണം, ഇതിന് 8 ആയിട്ട് തന്നെ കൊടുക്കുക. ഇനിയോ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ, -4 കുറയ്ക്കണം -8 ആക്കുക. ഏറെക്കുറെ എങ്ങനെ മതി. ഇനി വേണമെങ്കിൽ നോക്കിക്കോ, അഞ്ചാമത്തെ ഒരു ക്വസ്റ്റ്യൻ എഴുതാം, 4 കുറയ്ക്കണം -8 എന്ന് എഴുതാം. കിടക്കട്ടെ, അത് മതി തൽക്കാലം. നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 8 കുറയ്ക്കണം 4 അപ്പൊ 2 സംഖ്യകൾ കുറയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പറയണം, അങ്ങനെ തന്നെ പഠിക്കുക. 2 സംഖ്യകൾ കുറയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് അല്ലേ, കുറയ്ക്കേണ്ട ചിഹ്നം മാറ്റുക. കുറയ്ക്കേണ്ട ചിഹ്നം മാറ്റിയിട്ട് എന്ത് ചെയ്യുക, കൂട്ടാനാക്കുക. ഇവിടെ കുറയ്ക്കേണ്ട ചിഹ്നം മാറ്റി എന്ത് ചെയ്തു, കൂട്ടാനാക്കി. അത് മാത്രം മതിയോ, ഇല്ല, ആരെയാണോ കുറയ്ക്കേണ്ടത് എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. ഇടത്തെ സൈഡിലുള്ള സംഖ്യനെ നമ്മൾ ഒന്നും ചെയ്യില്ല, അവൻ അതേപോലെ ഉണ്ട്, എങ്ങനെയാണോ വന്നത് അങ്ങനെ തന്നെ അവൻ പോയി പോകും. സോ നോക്കി, 8 ഇവിടെ ഉണ്ടെങ്കിൽ 8 അതേപോലെ ഇവിടെ എഴുതി. ഈ 4നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാറ്റം വരുത്തുന്നത്. വലത്തെ സൈഡിലുള്ള സംഖ്യനെ മാറ്റം വരുന്നത്, കുറയ്ക്കേണ്ട സംഖ്യ. ഈ 4ന്റെ ചിഹ്നം എന്ന് പറയുന്നത് എന്താ അല്ലേ, 8 കുറയ്ക്കണം 4 എന്ന് പറഞ്ഞാൽ 4 ഒരു പോസിറ്റീവ് നമ്പർ അല്ലേ. വട്ടം വരച്ചു നോക്കുക, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും ചിഹ്നം ഉണ്ടോ, ഇല്ല. അപ്പൊ അതിന്റെ ചിഹ്നം പ്ലസ് ആണെന്നറിയാം, അത് നമ്മൾ എന്ത് ചെയ്തു, മൈനസ് ആക്കി. എന്നിട്ട് നേരെ നോക്കുക, അവിടെ നോക്കാം ഏതിലേക്കാണ് ഇവർ പോകുന്നത് നോക്കുക, ഏത് കാറ്റഗറിയിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിലേക്കാണ് പോകുന്നത് നോക്കുക. നോക്കിയേ, പ്ലസും മൈനസും ആണ്. പ്ലസും മൈനസും ഇങ്ങോട്ടല്ലേ പോകുന്നത്,
എന്താ ചെയ്യേണ്ട നിയമം നോക്കി നോക്ക്, നേരെ നോക്ക്. VC ആ ചെയ്യേണ്ടത്. എപ്പോഴും നോട്ട്ബുക്കിൽ എന്ത് ചെയ്യുക, ഇതുപോലെ വലത്തെ സൈഡിൽ എവിടെയെങ്കിലും വരച്ച് വെക്കുക. അങ്ങനത്തെ കണക്കുകൾ ചെയ്യുമ്പോൾ നേരെ നോക്കുക. ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് നിയമങ്ങളൊക്കെ മനസ്സിലായി പോകും, അല്ലെങ്കിൽ മനസ്സിൽ ഉറച്ചിട്ടുണ്ടാവും. പിന്നെ അത് എഴുതേണ്ട കാര്യമൊന്നുമില്ല. എഴുതി വെക്കുക, അല്ലാതെ അങ്ങോട്ട് മറിച്ച് ഇങ്ങോട്ട് മറിച്ച് അങ്ങോട്ട് മറിച്ച് ഇങ്ങോട്ട് മറിച്ച് ചെയ്യാതെ നോട്ട്ബുക്കിൽ എന്ത് ചെയ്യുക, അങ്ങനത്തെ കണക്കുകൾ ചെയ്യുന്ന സമയത്ത് വലത്തെ സൈഡിൽ ഇവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കുക. നോക്കി 8 + -4 അപ്പോൾ ഇത് അതിസംഖ്യയാണ്. 8 എന്ന് പറയുന്ന അതിസംഖ്യയാണ് അല്ലേ, പോസിറ്റീവ് നമ്പറാണ്. 4 എന്ന് പറയുന്നത് എന്ത് സംഖ്യയാണ്, നെഗറ്റീവ് നമ്പറാണ്. സോ നെഗറ്റീവ് നമ്പർ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബ്രാക്കറ്റ് യൂസ് ചെയ്യണം. സോ ബ്രാക്കറ്റ് യൂസ് ചെയ്തു. ഓക്കെ, 8 + -4 8 എന്ന് പറയുന്ന പോസിറ്റീവ് സംഖ്യേന്റെ കൂടെ അല്ലെങ്കിൽ അതിസംഖ്യേന്റെ കൂടെ എന്ത് ചെയ്യുക, -4 എന്ന് പറയുന്ന എന്ത് കൂട്ടാനാ, ന്യൂനസംഖ്യ കൂട്ടാനാ വന്നിരിക്കുന്നത്. സോ നമ്മൾ ഫസ്റ്റ് പഠിച്ച കേസാണ്. അതിസംഖ്യേന്റെ കൂടെ ഒരു ന്യൂനസംഖ്യ കൂട്ടാൻ വന്നാൽ എന്ത് ചെയ്താൽ മതി, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. സോ വലുതിൽ നിന്ന് ചെറുത് ഏതാ വലുത്, 8 വലുത്. 8ൽ നിന്ന് 4 കുറയ്ക്കുക, അപ്പോൾ ആൻസർ എത്ര കിട്ടും, 4 കിട്ടും. എന്നിട്ട് ഏതിന്റെ ചിഹ്നമാണ്, വലുതിന്റെ ചിഹ്നം. വലുത് എന്ന് പറയുന്നത് ഏതാ, പോസിറ്റീവ് ആണ് അല്ലേ. വലുത് എന്ന് പറയുന്നത് പോസിറ്റീവ് അല്ല, 8 8ന്റെ ചിഹ്നം എന്ന് പറയുന്നത് എന്താണ്, പോസിറ്റീവ് ആണ്. സോ ആൻസർ ഇവിടെ +4. +4 എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ആൻസർ എന്തെന്ന് എഴുതിയാൽ മതി, 4 എന്ന് എഴുതിയാൽ മതി. നമ്മളത് സാധാരണ അധിക സംഖ്യകൾക്ക് എന്ത് കൊടുക്കാറില്ല, ചിഹ്നം കൊടുക്കാറില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, അടുത്ത ക്വസ്റ്റ്യൻ 4 കുറയ്ക്കണം 8. സോ ക്വസ്റ്റ്യൻ ഞാൻ വീണ്ടും എഴുതി, 4 കുറയ്ക്കണം 8 എന്ന് എഴുതി. 4ൽ നിന്ന് 8 കുറയ്ക്കേണ്ടത് അല്ലേ. അപ്പോൾ കുറയ്ക്കാനുള്ള ചിഹ്നം, ഈ കുറയ്ക്കാനുള്ളത് ഞാൻ എന്ത് ചെയ്തു, കൂട്ടാനാക്കി ആഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഇതാ ഇങ്ങോട്ട് തന്നെ പോകുന്ന സമയത്ത് ഇതാ ഇവിടെ ഒരു ക്രിയ ചെയ്യാനുണ്ട് അല്ലേ. എന്താ ചെയ്യേണ്ടത്, 8 എന്ന് പറയുന്ന സംഖ്യയുടെ ചിഹ്നം എന്താ, ഇവിടെ എന്തെങ്കിലും ചിഹ്നം ഉണ്ടോ, ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, അവിടെ പോസിറ്റീവ് ആണ്. സോ പോസിറ്റീവ് എന്താക്കി, നെഗറ്റീവ് ആക്കി. നെഗറ്റീവ് ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യുക, അവനെ ചാക്കിലാക്കിക്കോളാം. വേഗം കൂട്ടിലാക്കി വെച്ചു. ഓക്കെ, ഏത് കാറ്റഗറിയിലേക്കാ പോവുക, നേരത്തെ അതേ കാറ്റഗറിയിലേക്ക്. ഒന്ന് പോസിറ്റീവ്, ഒന്ന് എന്താണ് നെഗറ്റീവ്, അല്ലെങ്കിൽ ഒന്ന് അതിസംഖ്യയാണ്, ഒന്ന് എന്താണ് ന്യൂനസംഖ്യയാണ്. എന്താ ചെയ്യുക, VC ആണ്. വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നമാണ്. സോ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. ഏതാ വലുത്, 4 8 വലുത്, 8 വലുത്. 8ൽ നിന്ന് 4 കുറച്ചു, എത്ര കിട്ടി, 4 കിട്ടി. എന്നിട്ട് എന്ത് ചെയ്തു, വലുതിന്റെ ചിഹ്നമാണ്. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. വലുതിന്റെ ചിഹ്നം എന്ന് പറയുമ്പോൾ ഏതാ വലുതിന്റെ ചിഹ്നം, മൈനസ് ആണ്. സോ ആൻസർ എത്രയാ, -4. ഓക്കെ ആണോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എഴുതുക. വീണ്ടും -4 -8 ഇതല്ലേ ക്വസ്റ്റ്യൻ അല്ലേ. മൈനസ് എഴുതുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് യൂസ് ചെയ്തോളാം. സോറി, ഞാനിവിടെ മറന്നുപോയി. -4 -8. സോ -4 -8 എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് എന്താണോ കുറയ്ക്കാനുള്ളത് അല്ലേ, കുറയ്ക്കാനുള്ള ആ ചിഹ്നം എന്ത് ചെയ്യുക, കൂട്ടാനാക്കുക. പ്ലസ് ആക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, ഇവിടെ 8ന്റെ ചിഹ്നം എന്താ നോക്കുക. 8ന് ഇവിടെ ചിഹ്നം ഉണ്ടോ, ഇല്ലാത്തത് കൊണ്ട് അതെന്താണ്, പ്ലസ് ചിഹ്നമായിരിക്കും. ആ പ്ലസ് ചിഹ്നം എന്താക്കി നമ്മൾ മൈനസ് ചിഹ്നമാക്കി. ഇവിടെ നോക്കി, ഇത് ഏത് കാറ്റഗറിയിലേക്കാ പോവുക, ഇവനെന്ത് ചെയ്യുക, ഒരു കൂട്ടിലാക്കുമ്പോൾ ഓക്കെ. -4 എന്ന് പറയുന്നത് ഏത് സംഖ്യ, നെഗറ്റീവ് നമ്പറാണ്. -8 എന്ന് പറയുന്നത് ഏത് നമ്പറാണ്, നെഗറ്റീവ് നമ്പർ അല്ലെങ്കിൽ ന്യൂനസംഖ്യകളാണ്. രണ്ടും ന്യൂനസംഖ്യയാണ്. അപ്പോൾ ഏത് കാറ്റഗറിയിലേക്കാണ് പോകുന്നത് നോക്കുക അല്ലേ. ഇങ്ങനെ പോയി നോക്കിയാൽ ഇതും നെഗറ്റീവാണ്, ഇതും നെഗറ്റീവാണ്. നടുക്കെന്താ, കൂട്ടാനല്ലേ. എന്താ ആൻസർ വരുന്നത്, ആൻസർ ഓൾറെഡി എന്താണ്, നെഗറ്റീവ് സംഖ്യ ആയിരിക്കും. എഴുതി വെക്കുക. എന്തായിരിക്കും, 4 കൂട്ടണം 8 എത്രയാ, 12 -12 ആയിരിക്കും. ഓക്കെ ആണോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. -4 -8 ആണ്. -4 -8 ആണ്. സോ -4 -8 എഴുതി നോക്കിയേ, ബ്രാക്കറ്റ് യൂസ് ചെയ്തോളുക. -4ൽ നിന്ന് -8 കുറയ്ക്കാനാണ് വന്നിരിക്കുന്നത്. സോ -4ൽ നിന്ന് -8 കുറയ്ക്കണമെങ്കിൽ, കുറയ്ക്കാൻ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക, കുറയ്ക്കാനുള്ള ആ ചിഹ്നത്തിന് എന്ത് ചെയ്യും, കൂട്ടാനാക്കിയതിനു ശേഷം എന്ത് ചെയ്യും, ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവന്റെ ചിഹ്നം എന്താണോ അത് മാറ്റി കൊടുക്കുക. ഇവന്റെ ചിഹ്നം മൈനസ് ആണ്, അത് എന്ത് ചെയ്തു, ഞാൻ പ്ലസ് ആക്കി കൊടുത്തു. ഇപ്പൊ നോക്കി, ഇത് ഏത് കാറ്റഗറിയിലേക്കാ പോവുക, ഒന്ന് നെഗറ്റീവ് നമ്പറാണ് -4 എന്ന് പറയുന്നത്. ഈ +8 എന്ന് പറയുന്നത് ഏത് നമ്പറാണ്, പോസിറ്റീവ് നമ്പറാണ്. ഈ കാറ്റഗറിയിലേക്കല്ലേ പോവുക. മൈനസും പ്ലസും ആണ് വന്നിരിക്കുന്നത്. എന്തെന്നെയാണ് അവിടെ ചെയ്യേണ്ടത്, VC അല്ലേ. സോ VC ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ VC, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാനാണ്. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാ സംഖ്യ വലുത്,
വലുതെന്ന് പറയുന്നത് 8 അല്ലേ? 8ൽ നിന്ന് എന്ത് ചെയ്തു? 4 കുറച്ചു. 8ൽ നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? 4 കിട്ടുന്നത്. ഇനി ഏതാ ചിഹ്നം കൊടുക്കേണ്ടത്? വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മാത്രം പോരാ, എന്തിൻ്റെ ചിഹ്നം കൂടി കൊടുക്കുക? വലുതിൻ്റെ ചിഹ്നം. വലുത് എന്ന് പറയുന്നത് ഇവിടെ ഏതാ? 8 ആണ്. 8ൻ്റെ ചിഹ്നം എന്താണ്? പ്ലസ് ആണ്. പ്ലസ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും എന്ത് ചെയ്യില്ല, കുഴപ്പമില്ല, മൈനസ് കൊടുക്കാതിരുന്ന. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. 4 മൈനസ് -8 ആണ്. ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുക. 4 മൈനസ് -8 എന്ന് എഴുതുക. ഓക്കെ, -8 വന്നതുകൊണ്ട് എന്ത് ചെയ്യുക? നമ്മൾ ബ്രാക്കറ്റ് യൂസ് ചെയ്തു. 4 കുറയ്ക്കണം, -8 ആണ്. ഇപ്പോൾ കുറയ്ക്കാനുള്ളത് എന്ത് ചെയ്യുക? കൂട്ടാനാക്കി. കുറയ്ക്കാനുള്ള എന്ത് ചെയ്തു? കൂട്ടാനാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? പോകുന്ന വഴിക്ക് എന്ത് ചെയ്തു? ഇവിടെ ചിഹ്നം എന്താണ്? മൈനസ് അല്ലേ? അതും കൂടി മാറ്റണ്ടേ? അതും കൂടി മാറ്റി അതെന്ത് ചെയ്തു? പ്ലസ് ആക്കി. സോ ഇവിടെ നോക്കി, ഇതെന്ത് സംഖ്യ? 4 എന്ന് പറയുന്നത് ഏത് സംഖ്യ? പോസിറ്റീവ് സംഖ്യയാണ്. 8 എന്ന് പറയുന്നത് ഏത് സംഖ്യയാണ്? പോസിറ്റീവ് സംഖ്യ അല്ലെങ്കിൽ അതിസംഖ്യയാണ്. രണ്ടും പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ആൻസറും തന്നെയാണ് പോസിറ്റീവ് അല്ലേ? രണ്ടും വലത്തെ സൈഡിലുള്ള സംഖ്യകളാണ്. ആഡ് ചെയ്താൽ ഏത് സൈഡിലേക്കാണ് പോവുക? വലത്തെ സൈഡിലേക്കല്ലേ പോവുക. സോ ആൻസർ എത്രയായിരിക്കും? 4 + 8 എത്രയാ? 12 ആയിരിക്കും. ചിഹ്നം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. അത് ഇട്ടാലും ഇട്ടില്ലെങ്കിലും എന്തില്ല, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ജനറലായിട്ട് നമുക്ക് എന്തൊക്കെ പഠിച്ചു? ഇന്നത്തെ ക്ലാസ് ഏറെക്കുറെ ഏകദേശമായിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? നാളെ ഒരു 10-200 ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇങ്ങനെയുണ്ട്. ഓക്കെ, സോ ഇവിടെ നോക്ക് എല്ലാ കാര്യങ്ങളും. ഫസ്റ്റ് നമ്മൾ പഠിച്ചു 2 അതിസംഖ്യകൾ കൂട്ടാൻ, 2 ന്യൂനസംഖ്യകൾ കൂട്ടാൻ, ഒരു അതിസംഖ്യ ഒരു ന്യൂനസംഖ്യയും കൂട്ടാൻ വന്നാലൊക്കെ അല്ലേ? അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? സംഖ്യകൾ കുറയ്ക്കാനാണ് നമ്മൾ പഠിച്ചത്. ഈ കൂട്ടാൻ എന്നുള്ള ചിഹ്നം മാറിയിട്ട് എന്തായി? എല്ലായിടത്തും എന്തായി? കുറയ്ക്കാനുള്ള ചിഹ്നമായി അല്ലേ? കുറയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ എന്തായുള്ളൂ? ഒന്നുമില്ല. സിമ്പിളായിട്ട് ഒറ്റ കാര്യം, കുറയ്ക്കാനുള്ള ചിഹ്നം മാറ്റുക, കുറയ്ക്കേണ്ട സംഖ്യയുടെ ചിഹ്നം ഏതാ നോക്കുക, അതും മാറ്റുക. ചിഹ്നങ്ങൾ മാറ്റിയിട്ട് അങ്ങോട്ട് ഏതിലേക്ക് പോവുക? ഫസ്റ്റ് പഠിച്ച കൂട്ടുന്ന സംഖ്യകളിലേക്ക്, ന്യൂനസംഖ്യകളുടെ അല്ലെങ്കിൽ അതിസംഖ്യകളുടെ അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെയും അഡീഷൻ അല്ലെങ്കിൽ കൂട്ടൽ എന്ന് പറയുന്ന ആ പോർഷനിലേക്ക് പോയിട്ട് അത് എന്ത് ചെയ്യുക? ഓക്കെ, കാര്യങ്ങൾ മനസ്സിലായോ? അപ്പം എന്ത് ചെയ്യുക? നല്ല വൃത്തിയിൽ എന്ത് ചെയ്യുക? എഴുതി പഠിക്കുക. എന്തൊക്കെയാണോ ആക്ടിവിറ്റീസ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ആക്ടിവിറ്റീസ് എല്ലാ ദിവസവും ആക്ടിവിറ്റീസ് എഴുതുക കേട്ടോ. സാറ് തിങ്കളാഴ്ച അല്ലെങ്കിൽ 15-ാം തീയതിക്ക് ശേഷം വരുമെന്ന് പറയുമ്പോൾ 15-ാം തീയതി ഇരുന്നിട്ട് ഒരു ആഴ്ചത്തേക്കുള്ള അല്ലെങ്കിൽ ഒരാഴ്ചത്തെ ഒരു മാസത്തെ ഇരുന്ന് എഴുതി കഴിഞ്ഞാൽ യാതൊരു ഗുണവും ഉണ്ടാവില്ല. കുറേശ്ശെ എല്ലാ ദിവസവും അതൊരു ശീലമാക്കി എടുക്കുക. ഞാനിത് വർഷങ്ങളോളം എഴുതിപ്പിക്കില്ല, ഒരൊറ്റ മാസം അല്ലെങ്കിൽ 1.5 മാസം മാക്സിമം സ്പീഡാവാൻ വേണ്ടിയിട്ടാണ്. സോ എന്ത് ചെയ്യുക? ഈ പറയപ്പെടുന്ന കാര്യങ്ങളും ഇനി എന്ത് ചെയ്യേണ്ടി വരും? ആക്ടിവിറ്റി നമ്പർ 3 ആയിട്ട് എന്ത് ചെയ്യണം? എഴുതേണ്ടി വരും. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എഴുതിയിരുന്നത് അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ്. 1 × 1 = 1 എന്ന് പറഞ്ഞിട്ട് എവിടം വരെ? 10 × 10 100 വരെ എഴുതിയിട്ടുണ്ട്. അത് നേരെ തിരിച്ച് 10 × 10 100 മുതൽ എവിടം വരെ എഴുതിയിട്ടുണ്ട്? 1 × 1 1 വരെ നമ്മൾ റിവേഴ്സായിട്ട് എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ ആക്ടിവിറ്റി. രണ്ടാമത്തെ ആക്ടിവിറ്റി എന്തായിരുന്നു? 2 ഡിജിറ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ 2 അക്ക സംഖ്യകൾ. 2 അക്ക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 2 അക്കങ്ങൾ വരുന്നതാ 10ഉം 0ഉം 2 അക്കങ്ങളാണ്. ഈ 2 അക്കങ്ങൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? കുറച്ച് സംഖ്യകൾ എത്രണ്ണം? 10 കൂട്ടാനും 10 കുറയ്ക്കാനും 10 എന്ത് ചെയ്യുക? ഗുണിക്കാനും 10 ഹരിക്കാനുള്ള എന്ത് ചെയ്യുക? എഴുതുക. നോക്കിയ ഒരു എക്സാമ്പിൾ, 10 + 12 അല്ലെങ്കിൽ 15 അല്ലേ? എഴുതി. ഇങ്ങനത്തെ കൂട്ടാനുള്ള 2 അക്ക സംഖ്യകളുടെ വെച്ചിട്ടുള്ള എന്ത് ചെയ്യുക? എളുപ്പമുള്ളത് ചെയ്യാതെ കുറച്ച് പ്രയാസമുള്ളത് എന്ത് ചെയ്യുക? ചെയ്ത് പഠിക്കുക. അപ്പോൾ കൂട്ടി ആ കാൽക്കുലേഷൻ അങ്ങ് സ്പീഡായിക്കോളും. അതേപോലെ കുറയ്ക്കാനുള്ളത് കടമൊക്കെ എടുത്തൊക്കെ ചെയ്യാനുള്ളതില്ലേ, അപ്പുറത്തുനിന്നൊക്കെ എടുത്തൊക്കെ ചെയ്യുന്ന സംഭവങ്ങളില്ലേ, അങ്ങനത്തെ കണക്കുകൾ എന്ത് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? രണ്ടാമത്തെ ആക്ടിവിറ്റി അതായി. ഇത് എത്ര ഉണ്ടാവും? 40 ക്വസ്റ്റ്യൻ ഉണ്ടാവും ഒരു ദിവസം. ഇത് ഏകദേശം എത്ര ഉണ്ടാവും അല്ലേ? 10 × 10 20 എണ്ണം ഉണ്ടാവും. അത് എഴുതാനുണ്ടാവും. 40 20 60 ഇനി എന്ത് ചെയ്യുക? മൂന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ പറഞ്ഞുതരാം. മൂന്നാമത്തെ ആക്ടിവിറ്റി എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് ഇതാ ഇവിടെ. ഏതെങ്കിലും ഒരു 2 നമ്പർ എടുക്കുക. നമ്പർ എടുത്തിട്ട് എത്രയും ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കിക്കും. ഏതെങ്കിലും ഒരു നമ്പർ, നമ്മൾ എടുക്കാത്ത നമ്പർ, ഇപ്പോൾ 3 7 എടുത്തു എന്ന് വിചാരിച്ചു. 3 7 എന്ന് പറയുന്ന സംഖ്യ എടുക്കുക. ഈ സംഖ്യ എടുത്തിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 3 + 7 അല്ലേ? എത്രയാ? 10. ആൻസർ എഴുതണ്ട. ആൻസർ
വഴി അങ്ങോട്ട് എഴുതിയാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഓക്കെ, രണ്ടാമത്തെ എന്താ, ഏതിനെങ്കിലും ഫസ്റ്റത്തേന് മൈനസ് കൊടുക്കുക. -3 + 7 രണ്ടാമത്തെ ക്വസ്റ്റ്യനായി. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ -3 + എന്ത് ചെയ്യുക, -7 രണ്ടിനും മൈനസ് ആക്കുക. നാലാമത്തെ ക്വസ്റ്റ്യനോ 3 + -7 കൂട്ടാനുള്ള 4 ക്വസ്റ്റ്യനായി. അതേപോലെ എന്ത് ചെയ്യുക, അത് കുറയ്ക്കാനുള്ളതും ആക്കുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കൂട്ടാനുള്ള മാറ്റി ഇതേ ഓർഡർ ആയിക്കോട്ടെ, ഈ പ്ലസ് മാറ്റിയിട്ട് എന്താ മൈനസ് ആക്കുക. 3 - 7 അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താ, -3 കൂട്ടാനുള്ളത് മാറ്റി എന്ത് ചെയ്തു, കുറയ്ക്കാനാക്കി -7 ആറാമത്തെ ക്വസ്റ്റ്യനായി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താ, -3 - -7 ഏഴാമത്തെ ക്വസ്റ്റ്യനായി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ, 3 - -7 ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളുക, മൈനസ് ചിഹ്നം വരുന്നതിനൊക്കെ എന്തിട്ട് കൊടുക്കുക, നെഗറ്റീവ് മൈനസ് ചിഹ്നം വരുന്നതിനൊക്കെ എന്തിട്ട് കൊടുക്കുക, ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇതാ ഇവിടെ ബ്രാക്കറ്റ് വരുന്നത്, ഇവിടെ ബ്രാക്കറ്റ് വന്ന്, ഇവിടെ ബ്രാക്കറ്റ് വന്ന്, ഇവിടെ ബ്രാക്കറ്റ് വന്ന്, ഇതിനൊക്കെ എന്ത് വേണം, ഈ 4 സ്റ്റെപ്പ് വേണം. നീട്ടി ഇവിടെ ആൻസർ ഇതാ 3 - 7 -4 ഇങ്ങനെ എഴുതി വെക്കരുത്. സ്റ്റെപ്പ് എടുക്കുക, കുറയ്ക്കാനുള്ള ചിഹ്നമാണ്, അതെന്ത് ചെയ്യണം, കൂട്ടാനാക്കണം. കൂട്ടിയിട്ട് എന്ത് ചെയ്യണം, അതിലേക്ക് പോയിട്ട് ആ റൂൾ വെച്ചിട്ട് ലാസ്റ്റ് ആൻസർ എന്ത് ചെയ്യുക, -4. അപ്പോൾ ഇവിടെ നീട്ടി നേരെ എഴുതുക. ഇവിടെ പിന്നെ അതിൻ്റെ ആവശ്യമില്ല, ഇത് ഡയറക്റ്റ് നമുക്ക് ഇതിലേക്കാണ് പോകുന്നത്, അതിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഡയറക്റ്റ് നോക്കിയിട്ട് ആൻസർ എന്താണെന്നുള്ളത് എഴുതി വെച്ചാൽ മതി. 2 നമ്പേഴ്സ് എടുത്തു, 8 ക്വസ്റ്റ്യൻ എടുത്തു. ഓക്കെ, അങ്ങനത്തെ എത്ര നമ്പേഴ്സ് എടുക്കുക, എത്ര പെയർ എടുക്കുക, 5 പെയർ എടുക്കുക. 5 പെയർ എന്ന് പറയുമ്പോൾ 5 തരം സംഖ്യകൾ നോക്കിയപ്പോൾ 3,7 എടുത്തു, അടുത്ത് ഒരു 5,4 എടുത്തു, 6,9 എടുത്തു, 8,10 എടുത്തു, 9,15 എടുത്തു. നോക്കിയേ, 1 സെറ്റ്, 2 സെറ്റ്, 3 സെറ്റ്, 4 സെറ്റ്, 5 സെറ്റ്. ഒരു സെറ്റിൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവും, 8 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 8 × 5 40 ക്വസ്റ്റ്യൻ അതും. ഓക്കെ, ഡെയിലി ആക്ടിവിറ്റിയാണ്, എല്ലാ ദിവസവും ഇതും എഴുതിക്കോണം. എഴുതുന്ന എന്ത് ചെയ്യുക, ഡേറ്റ് ഇട്ടിട്ട് എഴുതിക്കോളൂ. അപ്പം 40, 40, 80, 20, 100 എണ്ണം ഉണ്ടാവും ഒരു ദിവസം എഴുതാൻ. ഓക്കെ, ഇതൊരു മാസം സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, എഴുതേണ്ടതായിട്ടുണ്ട്. സോ എല്ലാവരും എന്ത് ചെയ്യുക, നല്ല വൃത്തിയിൽ ഈ ആക്ടിവിറ്റീസ് 3 എഴുതുന്നു. പഴയ നോട്ടിൽ എഴുതിയാൽ മതി, പുതിയ നോട്ടൊന്നും മേടിച്ചിട്ട് കാശ് കളയണ്ട. കഴിഞ്ഞ കൊല്ലത്ത് ബാക്കിയുള്ള നോട്ടൊക്കെ ഉണ്ടാവില്ലേ, ബാക്കിയുള്ള നോട്ടുകളൊക്കെ പേജ് പറിച്ച് നല്ല സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു പുതിയ നോട്ടാക്കിയിട്ട് അതിലെന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. ഓരോന്ന് എഴുതുമ്പോഴും ആക്ടിവിറ്റി നമ്പർ 1, ആക്ടിവിറ്റി നമ്പർ 2, ആക്ടിവിറ്റി നമ്പർ 3 എന്ന് ഹെഡിങ് കൊടുക്കുക. ഓരോ ദിവസവും എന്ത് ചെയ്യുക, ഡേറ്റ് ഇട്ട് കൊടുക്കുക. 12/06/2020 ഫ്രൈഡേ വിത്ത് ഡേറ്റും ഡേയും അടക്കം എന്ത് എഴുതിയ ആ പേജ് നമ്പറിൻ്റെ സൈഡിൽ എഴുതിയിട്ട് 3 ആക്ടിവിറ്റീസും എഴുതുക. പ്ലസ് അതിൻ്റെ കൂടെ ഞാൻ എന്തും തരാം, ഒരു 10, 150 അല്ലെങ്കിൽ 200 ക്വസ്റ്റ്യൻ അസൈൻമെൻറ്റും തരാം. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നല്ല രീതിക്ക് എഴുതുക, പഠിക്കുക. പിന്നെ ഈ ഗ്രൂപ്പ് ഇന്നിപ്പം ഞാനിപ്പോൾ എക്സാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ക്ലാസ് ഒന്ന് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഗ്രൂപ്പിൽ കൂടെ കുറേ പേര് തമാശ കളിക്കുന്നുണ്ട് അല്ലേ. ഗ്രൂപ്പിലൂടെ അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും വേണ്ട, അവനവൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ചെയ്തോളാം. കാരണം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 1, 2 ആൾക്കാർ മാത്രമല്ല അതിൽ കാണുന്നതും കേൾക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും. എല്ലാവരും കാണുന്നതും കേൾക്കുന്നതുമാണ്. മാന്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുക, മാന്യമായിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക. ഇനി എങ്ങാനും അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ബാക്കി ആ സമയത്ത് ഞാൻ പറയും കേട്ടോ. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക, ഏറെക്കുറെ സമയം ഇപ്പോൾ 12:40 ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് ഇനി കിടന്നുറങ്ങട്ടെ പോയിട്ട്. ഓക്കെ, അപ്പോൾ ടാറ്റ. രാവിലെ എണീച്ചിട്ട് വീഡിയോ കണ്ട് അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് മാത്സ് പഠിച്ചു തുടങ്ങുക. 1 മാസം മതി മക്കളെ, ഇത് പഠിച്ച് അടിപൊളി ആയി സെറ്റായി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ടാറ്റ.